നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് പൊതുവേദി ഒരു വിവാദമാണ് ചർച്ച ചെയ്യുന്നത്. ഈ വിവാദത്തിന് തിരികൊളുത്തിയത് നമ്മുടെ NK പ്രേമചന്ദ്രനാണ്. കാരണം കഴിഞ്ഞ വർഷം NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിക്കൊപ്പം ഒരു വിരുന്നിൽ പങ്കെടുത്തു. ഉച്ചഭക്ഷണം കഴിക്കാൻ ഇരുവരും ക്യാൻറ്റീനിലേക്ക് പോയി. മറ്റ് MP-മാരുമൊക്കെ ഉണ്ടായിരുന്നു. അന്നത് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിരുന്നു എന്ന് പ്രേമചന്ദ്രൻ പറയുന്നു. തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെയൊക്കെ വരെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. അന്ന് അത് ചിത്രീകരിച്ചിരുന്നത് പ്രേമചന്ദ്രൻ BJP-യിലേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലായിരുന്നു. പക്ഷേ ഇന്ന് ആ സാഹചര്യം മാറിയിരിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി തന്നെ നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട് മാറുകയാണ്. വ്യത്യസ്തമായ രാഷ്ട്രീയ ചേരിയിലുള്ളവർ ഒരുമിച്ചിരുന്ന് ചർച്ചകൾ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നു എന്ന് പ്രേമചന്ദ്രൻ പറയുന്നു. അപ്പോൾ താനിടുമ്പോൾ അത് വള്ളി നിക്കറും മറ്റുള്ളവർ ഇടുമ്പോൾ അത് ബർമുടയുമാകുന്നു എന്ന നാടൻ പ്രയോഗം എടുത്തുകൊണ്ടാണ് NK പ്രേമചന്ദ്രൻ്റെ പരിഹാസം. ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം, രാഷ്ട്രീയ തീരുമാനങ്ങൾ ആളുകൾക്ക് വ്യത്യസ്തമായിരിക്കാം, പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തരം ചർച്ച എന്നതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ ശ്രീ ശിവദാസനാണ്. ശ്രീ ശിവദാസൻ, ഈ NK പ്രേമചന്ദ്രൻ്റെ പരിഹാസം വളരെ രസകരമായി വരികയാണ്. അദ്ദേഹം മറ്റൊരു മാധ്യമപ്രവർത്തകൻ എഴുതിയ പോസ്റ്റാണ് ആദ്യം തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചത്. പിന്നീട് അദ്ദേഹം അത് തുറന്ന് പറയുകയും ചെയ്തു. അന്ന് പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി. അതൊരു വലിയ തെറ്റായി ചിത്രീകരിക്കപ്പെട്ടു. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ശ്രീ ശിവദാസന് എന്ത് തോന്നുന്നു? ഈ NK പ്രേമചന്ദ്രന്റെ പരാമർശത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. സുഖമാണോ? സുഖം, പരമസുഖം, സുഖമായിരിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. മിസ്റ്റർ പ്രേമചന്ദ്ര MP-യുടെ കാര്യം നമുക്ക് പണ്ടേ അറിയേണ്ട കാര്യമാണ്. അദ്ദേഹം രാഷ്ട്രീയ തന്ത്രം പിടിച്ച ഒരാളാണ്. LDF കടന്ന് LDF ഘടകകക്ഷിയായി നിന്നു. അദ്ദേഹം എല്ലാം പയറ്റിയിട്ട് അവസാനം അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയി ഘടകകക്ഷിയുടെ MP ആയി ഭരിക്കുന്നു. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നിലയ്ക്ക് അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹം വിരുന്ന് സൽക്കരിച്ചു. ഇപ്പോ നമ്മുടെ പ്രിയ നമ്മളെ മന്ത്രി വനിതാ മന്ത്രി നാട്ടിൽ നിന്ന് പിണറായി വിജയൻ കണ്ടു, സംസാരിച്ചു. അത് രാഷ്ട്രീയമാകുമ്പം പൊതുവായി സംസാരിക്കാം, വിരുന്ന് കൊടുക്കാം, വ്യക്തിമായ കാര്യം സംസാരിക്കും, വ്യക്തിമായ കാര്യം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ അന്ന് വിരുന്ന് കൊടുത്തത് രാഷ്ട്രീയ കാര്യമല്ല. വിരുന്ന് കൊടുത്തത് ഇത്രയും MP-മാർ കോൺഗ്രസ് ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിനെ മാത്രം വിളിച്ച കാര്യം നമുക്കത് വളരെ പോലെ വിളിച്ചാണ്. സാറിന് മനസ്സിലാക്കുക, എനിക്കും അറിയാതെ. പക്ഷേ അന്ന് രാഷ്ട്രീയ ചർച്ചയ്ക്കല്ല വിളിച്ചത്, വിരുന്ന് കൊടുത്തതാണ്. ഇന്ന് ശ്രീരാമൻ നമ്മളെ ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയെ വിളിച്ച് സംഭാഷണം കേരള മുഖ്യമന്ത്രി കൊടുത്തപ്പോൾ അതിനെ വിമർശിക്കാൻ അദ്ദേഹത്തിന് നാവ് പൊങ്ങാത്ത കാര്യമോ നാവ് പൊങ്ങാത്ത കാര്യം എനിക്ക് അറിയാൻ പാടില്ല. അതിരിക്കട്ടെ. പക്ഷേ പ്രേമചന്ദ്രൻ സാറിന്റെ വിഷയം എടുത്ത് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ട കാര്യമുണ്ട്. അപ്പൊ ക്ഷമിക്കണം, ഈ കാര്യം ഉണ്ടായിരുന്നു സാറേ. എനിക്ക് മനസ്സിലായില്ല, എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ പ്രേമചന്ദ്രന് ഈ പറഞ്ഞ കാര്യം നമ്മളെ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ കാര്യം എഴുതേണ്ട വല്ല കാര്യമുണ്ട്. അദ്ദേഹമാണെന്ന് ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ പ്രതികരണം ചെയ്ത ഇത് നമ്മൾ ഈ വിലപ്പെട്ട സമയം ഇതിരിക്കും കൊടുക്കാൻ പാടില്ല. ഞാൻ അതുകൊണ്ടാണ് തരം താഴ്ന്ന രാഷ്ട്രീയം. അല്ലല്ല, തരം താഴ്ന്ന രാഷ്ട്രീയമല്ല ഞാൻ ചോദിക്കുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായ ആളുകൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിൽ തെറ്റുണ്ടോ എന്നാണ്. അത് കേരളം ചർച്ച ചെയ്യുന്നത് തെറ്റുണ്ടോ? ഇല്ല, സൗഹാർദ്ദം തെറ്റുണ്ട്. അന്ന് എനിക്ക് തരാം. അന്ന് വിരുന്ന് കൊടുത്തപ്പോ പറഞ്ഞപ്പോ എന്തെല്ലാം ഇദ്ദേഹം കിടന്ന് പറഞ്ഞു, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, ആയിരിച്ചു സംസാരിച്ചു. ഇന്ന് അദ്ദേഹം ചോദിക്കുന്നത് അന്ന് നിങ്ങൾ പ്രതികരിച്ചവർ ഇന്ന് മാറ്റി പറയുന്നത് എന്തുകൊണ്ട് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് അദ്ദേഹം വന്ന കാര്യം തന്നെ. അദ്ദേഹം അന്ന് അത് തന്നെ കാര്യം. ഇന്ന് വന്ന് മേഡം വന്നത് എനിക്ക് തോന്നുന്നില്ല ശിവദാസൻ ഇത് മനസ്സിലായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എനിക്ക് മനസ്സിലായിരുന്നു. ഇന്ന് താങ്കൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ചോദിക്കുന്നത് അങ്ങ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇന്ത്യയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വന്നതാണ്. അപ്പൊ ഗവർണറും കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം വിരുന്നൊന്നാമ്പയിൽ ആരും വിമർശിക്കും. വിരുന്നൊന്നാമ്പ തെറ്റാണ്. ഇത്ര MP-മാർ നടക്കുമ്പോൾ വേറെ ആരും ഞാൻ വിമർശിച്ചില്ല. ഞാൻ ചോദിച്ചത് ആത്മസുഹൃത്ത് നിലയ്ക്ക് വിളിച്ച രാഷ്ട്രീയ തന്ത്രമല്ലേ സാറേ അത്? അല്ല, അങ്ങ് എന്താണ് പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ശരി, പ്രേമചന്ദ്രന്റെ പരിഹാസം ശരിയോ തെറ്റോ? തെറ്റാണ്. പ്രേമചന്ദ്രൻ അത് പറയാൻ പാടില്ലായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ?
അതെ. ശരി ശരി, എനിക്ക് മനസ്സിലായി, ഇപ്പോൾ മനസ്സിലായി. ഞാനത് ആദ്യം കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. ഓക്കെ, ഏതായാലും ശ്രീ ശിവദാസൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം പറയുന്നത് പ്രേമചന്ദ്രൻ ഇപ്പോഴത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ്. ഓക്കെ, ശ്രീ ഉണ്ണികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നത് പോത്തങ്കോട് നിന്നാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, അന്ന് പറഞ്ഞത് ഇന്ന് മാറ്റി പറയേണ്ടി വരുന്നൊരു സാഹചര്യം CPM ഉണ്ടായി എന്നാണ് പ്രേമചന്ദ്രൻ്റെ വിമർശനം. അങ്ങനെ ഉണ്ടായോ? അതോ അദ്ദേഹം ഒരു വിരുന്നിന് പോയി, ഇവിടെ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പോയി, അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നൊരു ന്യായീകരണത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടോ? നമസ്കാരമുണ്ട്. നമസ്കാരം. അതെ, ആ, അല്ലെങ്കിൽ ഇവര് പിന്നെ ഈ മറ്റുള്ളവർ ആര് എന്ത് നല്ല കാര്യം ചെയ്താലും പിന്നെ ആരെങ്കിലും കാണുകയോ എന്തെങ്കിലും ചെയ്യുകയോ എവിടെ ചെയ്താലും അത് ഭയങ്കര കുറ്റമായിരിക്കും ഇവർക്ക്. ഇവര് ചെയ്യുന്നതിന് ഒരു 100 കാരണങ്ങൾ കണ്ടുപിടിക്കും. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഇന്നലെ പറയുന്നത് ഇന്ന് മാറ്റി പറയാൻ ഒരു ഉളുപ്പില്ലാത്തൊരു സംഭവമുണ്ട്. കാര്യം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രേമചന്ദ്രൻ ഒരു ഭാഗ്യമുള്ള ഒരു മനുഷ്യനാണ്. സത്യത്തോട് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ മത്സരിക്കാൻ നിൽക്കുന്ന ആ സമയങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്ന കാര്യം ഇതിനെ കുറിച്ച് ന്യായീകരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി. കാര്യം അത്രയ്ക്ക് അവരാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ്. ഞാൻ കോൺഗ്രസ് ആണെന്നും അല്ല കേട്ടോ, സത്യത്തിന് ഞാനല്ല. എന്നാലും ഞാൻ പറയാണ്, ഞാൻ ദൃശ്യപക്ഷാറ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നത്, കാര്യം എന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട ആ തെരഞ്ഞെടുപ്പ് കാലം മുഴുവനും കഷ്ടപ്പെട്ടത് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ അവിടെ പോയത് ഞാൻ വെറുതെയാണേ പോയെന്ന് പറയാൻ വേണ്ടിയായിരുന്നു. പക്ഷെ തമ്പുരാൻ പോയതിന് കുഴപ്പമൊന്നുമില്ല. അത് പല കാര്യവും കാണും, നിങ്ങളുടെ പറയേണ്ട കാര്യമൊന്നുമില്ല. അതാണ് ആ ഭാവത്തിൽ നമുക്ക് മനസ്സിലാവണത് കേട്ടാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലൊക്കെ നടന്ന കോളേജിന്റെ ഇത് കാര്യങ്ങളും മറ്റും ഇതൊക്കെ നമുക്കറിയാമല്ലോ. മറ്റവര് ചെയ്യണ സമയത്ത് അത് വലിയ കുറ്റം. ഞങ്ങൾ ചെയ്യുമ്പോ കാലം മാറി. എങ്ങനെയുണ്ട്? ഞങ്ങൾ ചെയ്യുമ്പോ കാലം മാറി, അവര് ചെയ്യുമ്പോ ഇവര് കാലന്മാരായിട്ട് മാറും. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും വേറെയും പ്രേക്ഷകർ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ഏതായാലും ഉണ്ണികൃഷ്ണനുമായി ഇന്ന് ആദ്യം തന്നെ സംവദിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. എലിയാസ് എന്നെ വിളിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. ശ്രീ ഏലിയാസ്, ഇവിടെ ഒരു പ്രധാനമന്ത്രി ഒരു MP വിളിക്കുന്നു, അവർ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അന്ന് NK പ്രേമചന്ദ്രൻ BJP പോകാൻ പോകുന്നു, ജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മന്ത്രിസഭയിൽ ചേരും എന്നൊക്കെ ഉള്ള പ്രചരണങ്ങൾ അന്ന് വ്യാപകമായി നടന്നു. NK പ്രേമചന്ദ്രൻ പറയുന്നത് അതിനെ അതിജീവിക്കാൻ താൻ വല്ലാതെ പ്രയാസപ്പെട്ടു, മാനസികമായി തൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയി എന്നാണ്. ഏതായാലും NK പ്രേമചന്ദ്രൻ ഇന്ന് പ്രതിപക്ഷത്ത് തന്നെ നിൽക്കുന്നു. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി പോയത് സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. ഇതിനെ രണ്ടിനെയും താരതമ്യം പെടുത്താൻ കഴിയുമോ ഇലിയാസ്? യെസ്, ഞാൻ ഇലിയാസിലേക്ക് കൂടി വരാം. എന്നോടൊപ്പം ശ്രീമതി ജയ ചേരുന്നുണ്ട്. ശ്രീമതി ജയ കുറേ കാലമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് ഞാൻ എന്നെ മറന്നുപോയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമസ്കാരം മനു. നമസ്കാരം. ഞാൻ വിളിക്കുന്നുണ്ട് മനു, എന്റെ കൈ നോവുന്നല്ലാതെ ഫോൺ കിട്ടുന്നില്ല. അയ്യോ, ഇത് 1 മണിക്കൂറായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ഇരുന്ന് വിളിക്കുക, ഒരു രക്ഷയില്ല. പിന്നെന്ത് ചെയ്യാനാ, ഞങ്ങള് ചായയൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കും ഈ പൊതുവേദി കാണാനായിട്ട്. എന്നിട്ട് ആ ചായ തണുത്താലും ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാ. ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ അദ്ദേഹം. ശരി. അപ്പൊ കിരൺ ബാബു ഉള്ളപ്പോ കിട്ടുന്നുണ്ട്, ഞാൻ ഉള്ളപ്പോഴാണ് കിട്ടാത്തത് അല്ലേ? എന്താ അതിന്റെ രഹസ്യം എനിക്ക് അറിഞ്ഞുകൂടാ മഞ്ഞു. ഇതിന് സുഖമാണോ? സുഖമായിരിക്കുന്നു. അപ്പോൾ ആളുകൾ ചോദിക്കും പലരും, ശ്രീമതി ജയയെ കണ്ടില്ലെങ്കിൽ ഇപ്പൊ പൊതുവേദി ഒരു വലിയ സൗഹാർദ്ദ കൂട്ടായ്മയെ മാറിയിരിക്കുകയാണല്ലോ. അപ്പോൾ ആളുകൾ അപ്പോൾ ഒരാളെ കണ്ടില്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബിലും മറ്റേലും ഒക്കെ ആളുകൾ നമ്മുടെ കമന്റുകളിലൊക്കെ വന്ന് ആളുകൾ ഇന്ന് ചില ആളുകൾ വന്നില്ലല്ലോ. ഇപ്പൊ മുഹമ്മദ് മഞ്ചേരി എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, എന്റെ പിന്നെ ഭർത്താവും വിളിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വിളിച്ച് പിന്നെ എന്താ പറയുന്നത്, കിട്ടുന്നില്ല. ഞങ്ങളിത് ഓഫ് ചെയ്യുന്നത്. അയ്യോ, ഏതായാലും ഇന്ന് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ, സന്തോഷം. എനിവേ ഞാൻ പ്രേമേന്ദ്രന്റെ കാര്യം പറയാം. അദ്ദേഹം ആ കഴിഞ്ഞ ഇലക്ഷൻ അദ്ദേഹം മാനസികമായിട്ട് ഒത്തിരി പ്രയാസമായിരുന്നു. ഞങ്ങളുടെ സ്ഥലത്തല്ലേ അദ്ദേഹം നിന്നത്. അപ്പം പുള്ളിയുടെ കൂടെ പോകാൻ ആള് കുറവായിരുന്നു, പിന്നെ നമ്മുടെ സ്വീകരണത്തിന് ആള് കുറവായിരുന്നു. അപ്പൊ ഒത്തിരി മോശമായിട്ടായിരുന്നു ഇവര് മറ്റെതിർ പാർട്ടിക്കാര് പിന്നെ BJP പോയി പോകുമോ ജയിച്ചു കഴിഞ്ഞാൽ സംശയം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി വിളിച്ച് അദ്ദേഹത്തിന് വിരുന്ന് കൊടുത്തത് അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്, പോകാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഈ ഇലക്ഷൻ കഴിയുമ്പോ അദ്ദേഹം അങ്ങോട്ട് പോകും എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു വരുത്തിയിരുന്നത്. അദ്ദേഹം എന്തായാലും ഇതുവരെയും പോയില്ല. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ നിർമ്മല സീതാരാമൻ മാഡവും കൂടെ
ഇതിന് പിന്നെ രണ്ടുപേരും കൂടെ അവിടെ എവിടെയായിരുന്നു ഡൽഹിയിൽ കേരള ഹൗസിൽ കൂടിക്കാഴ്ച കേരള ഹൗസിൽ കൂടി കണ്ടത് എന്തിനാണ് നമുക്കാർക്കും അറിയാം, ആരോടും പറയുന്നില്ല. അല്ല അവര് അന്ന് പറഞ്ഞത് നമ്മുടെ ഈ വയനാട് ഉരുൾപൊട്ടിയ സംഭവമൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിൽ നമുക്ക് കൂടുതൽ സഹായം വേണം, സമയം വേണം, അപ്പം തന്ന പണം അതിപ്പം പെട്ടെന്ന് തന്നെ അതിൻ്റെ ചിലവാക്കി അത് കാണിക്കണമല്ലോ, അപ്പം അതിനുള്ള കുറേ സമയം വേണം, അങ്ങനെ നിരവധി കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്ന. മനു, അത് ഔദ്യോഗികമല്ലേ? പിന്നെ പുനർനിർമ്മാണത്തിനുള്ള കാര്യം സംസാരിക്കുന്നത് ഔദ്യോഗികമാണ്. മറ്റേ തോമസ് മാഷും ഒക്കെ ഉണ്ടല്ലോ കൂടെ. അപ്പം അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞത് അത് അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചയായിരുന്നു. അതെ, അവരൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചു. അപ്പൊ നമ്മള് രാവിലെ വന്ന് അത്താഴം. ചിലപ്പോ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി ചിലപ്പം ബി ജെ പിയിലോട്ട് പോകുമായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത് മനു. ശരി, ഏതായാലും ശ്രീമതി ജയ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് പൊതുവേദിയിലേക്ക് ഇപ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞത് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏതായാലും ഇന്ന് വിളിക്കാൻ കഴിയുകയും സംസാരിക്കാൻ കഴിയുകയും ചെയ്തതിൽ സന്തോഷം. ശ്രീ മൊയ്തീൻ കുഞ്ഞ് എന്നോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, നമസ്കാരം. നമസ്കാരം. ശ്രീ മൊയ്തീൻ കുഞ്ഞിന് എന്ത് തോന്നുന്നു? ഇന്നലെ രമേശ് ചെന്നിത്തല വളരെ ശക്തമായി മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയെ വിമർശിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. മകൾക്കെതിരെ കേസ് വന്ന ഘട്ടത്തിലാണ് ഇത്തരം അനൗദ്യോഗിക കൂടിക്കാഴ്ചകൾ എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. ഇന്ന് പ്രേമചന്ദ്രൻ മറ്റൊരു പരിഹാസവുമായി വരികയാണ്. ഈ സംഗതി, ഈ കൂടിക്കാഴ്ച അദ്ദേഹം കേരളത്തിന് വേണ്ടിയാണ് പോയത് എന്ന് നമുക്കറിയാമെങ്കിലും അത് ഒരു വിവാദമാക്കുന്നത് ശരിയാണോ ശ്രീ മൊയ്തീൻ കുഞ്ഞ്? നമസ്കാരം. ആദ്യമായിട്ട് വേറൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ചാനൽ മാത്രം 26 മണിക്കൂർ ഇല്ലായിരുന്നു. അത് ഒരു നെറ്റ്വർക്കില്ലായിരുന്നു. ഇല്ലായിരുന്നു. ഇന്നലെ രാവിലെ 10:30 ആയപ്പോ പോയതാ. അത് പരിശോധിക്കുന്നുണ്ട്. ഇന്ന് 12:30 ആയപ്പോ വന്നു അല്ലേ? അപ്പൊ സന്തോഷമായല്ലോ. അപ്പം നമ്മള് പറയാനാണെങ്കിൽ ഈ മുഖ്യമന്ത്രി ഇവിടുന്ന് ഡൽഹി പോയി. എന്തിനു പോയി അതാണ് അറിയേണ്ടത്. ഇവിടുത്തെ ഗവർണറും കൂടെ ഉണ്ട്. അവിടെ KV തോമസ് ഉണ്ട്, നിർമ്മല സീതാരാമനുണ്ട്. അവരെ കാണാനായി പോയത്. അപ്പൊ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് പോയി കണ്ടുകൂടെ? ഈ ഗവർണറെ എന്തിനു കൊണ്ടുപോയി? ഗവർണർ അവിടെ, അത് മുഖ്യമന്ത്രി പറഞ്ഞത് ഗവർണർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തെയും കൂടി ക്ഷണിച്ചു. അത് ഗവർണർ അങ്ങനെയല്ല, മുഖ്യമന്ത്രി പറഞ്ഞ അങ്ങനെയല്ല. ഗവർണർ അവിടെ ഉണ്ടായിരുന്നു എന്നല്ല, മുഖ്യമന്ത്രി പോയ ഫ്ലൈറ്റിൽ തന്നെ ഗവർണർ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞേ. അല്ല, അതെ, അവരൊരുമിച്ച് അങ്ങോട്ട് പോയി. ഗവർണർ അവിടെ MP-മാർക്ക് മായി കൂടിക്കാഴ്ച നടത്താനാണ് പോയത്. അപ്പോൾ അതിനുശേഷം അതിൽ മുഖ്യമന്ത്രിയും പങ്കെടുത്തു. പിന്നീട് അവർ ഇതിലും കൂടെ പങ്കെടുക്കാമോ എന്ന് ചോദിച്ചു. നല്ലതല്ലേ? കേരളത്തിന്റെ ഗവർണർ കേരളത്തിന്റെ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് നല്ലതല്ലേ? നമ്മള് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഇതേപ്പറ്റി എന്തെങ്കിലും ഒന്ന് പുറത്തു വന്നിട്ടുണ്ടോ? ഇവർ ചർച്ച ചെയ്ത് എന്തുവാണെന്ന്? അല്ല, അത് ചാനലുകാരുണ്ടായിരുന്നു. അല്ല, അങ്ങനെ എല്ലാം നമുക്ക് ഒരു അപ്പൊ തീർത്തും സ്പഷ്ടമായിട്ട് പറയാവുന്ന കാര്യം, മുഖ്യമന്ത്രിയുടെ മക്കളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പോയി BJP-ക്കാരെ കണ്ട്. കാരണം നിർമ്മല സീതാരാമന്റെ വകുപ്പിലുള്ള ആ കേസ്, അതിനുവേണ്ടി മാത്രമാണ് ഈ പോയത്. അല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയല്ല പോയത്. അപ്പൊ ഈ രമേശ് ചെന്നിത്തല പറഞ്ഞ ആ ആരോപണമാണ്, അതായത് ഈ SFIO കേസ് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ നേതൃത്വം വഹിക്കുന്ന ഒരു മന്ത്രിയെ കാണാൻ പോയി എന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണമാണ് അങ്ങ് അത് പിന്താങ്ങുന്നത് അല്ലേ? അതെ, അത് കറക്റ്റ് കാര്യമാണ്. ആണോ? അത് കറക്റ്റ് കാര്യമാണ്. അതിന് യാതൊരു തർക്കവും ഇല്ല. കാരണം ഇത് ഇങ്ങനെങ്കിലും BJP സപ്പോർട്ട് ചെയ്ത് നിന്നെങ്കിൽ മാത്രമേ ആ കേസിൽ നിന്ന് വീഴാനൊക്കത്തുള്ളൂ. ഓഹോ, അത് ശരി. അതാണ്. ഓക്കെ, ഏതായാലും വ്യക്തമാണ്. എന്നോടൊപ്പം ഗോളാന്തരം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്, ജയകുമാർ ചേർന്നിട്ടുണ്ട്. ജയകുമാർ പറയുന്നത് പ്രേമചന്ദ്രൻ പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് പറയുന്നുണ്ട്. ജോസഫ് KM പറയുന്നു ന്യായീകരണം പറയുന്നത് കേൾക്കട്ടെ എന്ന് പറയുന്നു. ഓക്കെ, ജോസഫ് KM നമസ്തേ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. ഓക്കെ, നമസ്കാരം. ജയകുമാർ പറയുന്നു ജയചേച്ചിക്ക് നമസ്കാരം. ജയചേച്ചി പറഞ്ഞു വളരെ ശരിയാണ്, മുഖ്യൻ BJP-യിൽ ചേരാൻ പോയതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഏതായാലും തമാശയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുരേന്ദ്രൻ, നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ള ആളുകൾ തമ്മിൽ കാണുന്നതിനെ, അല്ലെങ്കിൽ അവർ വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങൾ ഉള്ളവർ തമ്മിൽ കാണുന്നതിനെ നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യം ഉണ്ടോ? എന്താണ് ശ്രീ സുരേന്ദ്രന് തോന്നുന്നത്? ഈ രാഷ്ട്രീയ നേതാക്കൾ കൂടി കാണുമ്പോ അവിടെ രാഷ്ട്രീയമാണ് അല്ലേ? രാഷ്ട്രീയം നേതാക്കന്മാർ കൂടുമ്പോ നമ്മൾ തമ്മിൽ കാണുമ്പോ അങ്ങനെ പറയാറൊന്നുമില്ല.
രാഷ്ട്രീയ നേതാക്കൾ വരുമ്പോ രാഷ്ട്രീയം പറയാന്നുള്ളത് ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഒരു ഓപ്പോസിറ്റ് പാർട്ടി അതെങ്ങനെ ഇപ്പൊ രമേശ് ചെന്നിത്തല ഇപ്പൊ ഇത് എന്ത് വെച്ചിട്ടാണ് ഈ രമേശ് ചെന്നിത്തല പറയുന്നത്? രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയക്കാർ കണ്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയം പറഞ്ഞ് അതിനെ മുതലെടുക്കുക, ആ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ സാർ പറഞ്ഞല്ലോ പ്രേമചന്ദ്രനെ പറ്റി സാറ് പറഞ്ഞിരുന്നു, കൊല്ലത്തു നിന്നൊക്കെ വലിയ പ്രതികരണം കേട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പ്രചരണത്തിന് ആള് പോയില്ലെന്ന്. അത് CPM-കാരുടെ പണിയല്ല, പ്രേമചന്ദ്രന് വേണ്ടിയിട്ടല്ല CPM-കാർ പോണത്. അവിടെ മുകേഷ് ആയിരുന്നു തോന്നുന്നു, മുകേഷിന് വേണ്ടിയിട്ടില്ല അവര് പണിയെടുക്കുക, അതോ ഉറപ്പാണ്. അല്ല, പക്ഷെ അത് ഇവരുടെ പാളയത്തിൽ ഒരു സംശയം ജയിപ്പിച്ചു. കാരണം അതേ RSP-കാരനാണല്ലോ, ജയിച്ചാൽ BJP-യിലേക്ക് പോകും എന്നൊക്കെയുള്ള പ്രചരണം വന്നപ്പോൾ അത് പ്രേമേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു എന്ന് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു തെറ്റായ ആരോപണമാണെന്ന് അദ്ദേഹം ഇന്ന് പറയുന്നു. കാരണം അദ്ദേഹം ഇതുവരെ BJP പോയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്ന് അങ്ങനെ ഒരു പ്രധാനമന്ത്രി വിളിച്ചു. അപ്പോൾ അദ്ദേഹം അവിടെ പോയി ഊണ് കഴിച്ചു. ആ ഊണ് കഴിക്കുന്നത് ഒരു ബഡ്ജറ്റ് സമ്മേളനത്തിൻ്റെ അവസാന ദിവസമാണ്, ഫെബ്രുവരി 10-ാം തീയതിയാണെന്നാണ് ഞാൻ ഓർക്കുന്നത്, 2024. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് നിരവധി ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഹീന ഗാവിത്ത് ഉണ്ടായിരുന്നു, അതുപോലെ ഹാങ്യോങ് കൊയാക്ക് ഉണ്ടായിരുന്നു, ജംയാങ് സെർലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി MP-മാരൊക്കെ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. എൽ മുരുകൻ ഉണ്ടായിരുന്നു, BJD-യുടെ MP സുസ്മിത ഉണ്ടായിരുന്നു. ഇവരെല്ലാം ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചു. അതാണ് വലിയ വിമർശനത്തിന് വഴിവെച്ചത്. അതെ, പ്രേമചന്ദ്രനെ പറ്റി ഞാൻ 2 വാക്ക് പറഞ്ഞോട്ടെ സാറേ. പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പകല്, അതായത് തലേ ദിവസം രാത്രി സോളാർ കേസ് കേട്ടിട്ടുണ്ടോ സാറ്? കേട്ടിട്ടുണ്ട്. സോളാർ കേസിന്റെ തലേ ദിവസം രാത്രി വരെ വളരെയധികം ആർക്ക് വേണ്ടി പറഞ്ഞു? സോളാർ കേസിന് ആ വ്യക്തിക്ക് മുന്നണി വേറെയായിരുന്നു, പിന്നെ സീറ്റ് കിട്ടാതെ വന്ന്, പിന്നെ ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിനെതിരെ MA ബേബി മത്സരിച്ചതും പ്രേക്ഷകർക്ക് ചില ആൾക്കാർ മറന്നുകൊണ്ട് പറയണ്ട, കൊല്ലത്തെ പ്രേക്ഷകന്മാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പ്രേമചന്ദ്രൻ ഒരു സീറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അതായത് ഇന്നലെ പറഞ്ഞത് മുഴുവൻ തള്ളി പറഞ്ഞു. അപ്പൊ പ്രേമചന്ദ്രന്റെ പരിഹാസം അവിടെയാണ് കാണേണ്ടത്. ഉമ്മൻചാണ്ടിയെ തള്ളി പറഞ്ഞ് പിറ്റേ ദിവസം ഉമ്മൻചാണ്ടിയുടെ കൂടെ ഇരിക്കുമ്പോ ആ പരിഹാസം അതാണ് കാണിക്കേണ്ടത്. പ്രേമചന്ദ്രൻ അതും കൂടി കാണിക്കണം. ഞാൻ പറയണെങ്കിൽ പ്രേമചന്ദ്രൻ ഇതേമാതിരി തന്നെയല്ലോ P രാജീവ് ഉണ്ടായിരുന്നല്ലോ. P രാജീവിനെ പറഞ്ഞിരുന്നല്ലോ അന്നത്തെ മിനിസ്ട്രിയിലുള്ള എല്ലാവരും പറഞ്ഞു P രാജീവ് ഏറ്റവും നല്ല MP ആണ്, നിങ്ങൾ വീണ്ടും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാജ്യസഭയിൽ ഇതേമാതിരി തന്നെ ഉണ്ടായിരുന്നല്ലോ. P രാജീവിനെ പറ്റി പറഞ്ഞ സാർ കേട്ടായിരുന്നോ? ഇല്ല. അത് ഈ പ്രേമചന്ദ്രനെ മാത്രം ഭക്ഷണം എന്തുകൊണ്ടാണെന്ന് വെച്ചപ്പോ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള MP-മാര്, ഈ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ മറ്റുള്ള കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്ന് എത്ര MP-മാരുണ്ട്, അവരെ വിളിക്കാത്തത് കൊണ്ടൊരു സംശയം. അപ്പൊ രാഷ്ട്രീയ പാർട്ടികളാകുമ്പോ രാഷ്ട്രീയ മുതലെടുപ്പ് സാധാരണ എടുക്കാറുണ്ട്, അത് ഉറപ്പാണ്. ഈ സുധാകരൻ പറഞ്ഞു മറ്റേ ഇതിനു വേണ്ടി കാവല് നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ നമ്മൾ കണക്കാക്കേണ്ടത് പ്രേമചന്ദ്രൻ എന്ന വ്യക്തി നല്ല വ്യക്തിയാണ്, പക്ഷെ തലേ ദിവസം പറഞ്ഞു വരുന്നത് പിറ്റേ ദിവസം മാറ്റി പറയാണ് ചെയ്തത്. അപ്പൊ ആ വ്യക്തിത്വം അവിടെ എവിടെയാ നിൽക്കണെന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഒരു ചമ്മലും ഇല്ലാണ്ട് പിറ്റേ ദിവസം VM സുധീരനടക്കം വന്നിട്ട് ഇറക്കി കൊണ്ടുപോയി അപ്പുറത്ത് പോയിട്ട് സീറ്റും കൊടുത്ത് ജയിക്കണ്ടായിരിക്കാം. അപ്പൊ അധികം ജയിച്ചു കാര്യങ്ങളില്ല എന്നൊന്നും ഞാൻ പറയില്ല, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കഴിവിനൊന്നും പറയില്ല. പക്ഷെ ആ വ്യക്തിത്വം അവിടെ നിലപാടുകൾ വ്യത്യസ്തമായിരുന്നു. കാരണം ഒരു സീറ്റിന് വേണ്ടിയിട്ടാണ് അന്ന് പോയത്, വേറെ ഒന്നുമില്ല. ഇതേ പ്രേമം തന്നെയാണ്. എല്ലാവരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ മാണി കോൺഗ്രസ് ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലോ. അതൊക്കെ അത് രാഷ്ട്രീയപരമായ ചില നിലപാടുകൾ, സീറ്റ് തർക്കങ്ങൾ, ഇതൊക്കെ വരുമല്ലോ സ്വാഭാവികമായിട്ട്. അത് രാഷ്ട്രീയമാണ്. അപ്പൊ അവിടെ രാഷ്ട്രീയം, അതായത് രാഷ്ട്രീയമാണ്. സാറ് പറഞ്ഞ രാഷ്ട്രീയം തന്നെ ഞാനും പറയുന്നത്. അപ്പൊ അത് അന്ന് അങ്ങനെ വിചാരിച്ചതിൽ തെറ്റില്ല എന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ ഈ പ്രേമചന്ദ്രന്റെ പരിഹാസം CPM-നെ ഏതെങ്കിലും തലത്തിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ സുരേന്ദ്രൻ തോന്നുന്നു? പ്രേമേന്ദ്രൻ പ്രതിരോധത്തിലാക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രേമേന്ദ്രൻ നേരത്തെ പറഞ്ഞില്ലേ മുഖ്യമന്ത്രി, അതിപ്പോ ആർക്കും പറയാം. നേരത്തെ പ്രേക്ഷക പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ BJP-ലേക്ക് പോവാണ്. അതിപ്പോ അവരുടെ അഭിപ്രായമാണ്, നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. എന്താ പറയണ്ടേ, ഈ രമേശ് ചെന്നിത്തല മറ്റേ പൈസ മേടിച്ചിട്ടുണ്ടോ? ഇതേമാതിരി തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ മേടിച്ച മാതിരി രമേശ് ചെന്നിത്തല പൈസ മേടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. ഈ രമേശ് ചെന്നിത്തല മേടിച്ച്, കുഞ്ഞാലിക്കുട്ടി മേടിച്ച് അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നിർമ്മലാ സീതാരാമനെ കണ്ടത്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. ശരി, ഏതായാലും വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. രാധാകൃഷ്ണൻ ചാത്തന്നൂർ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം നമ്മുടെ കാര്യങ്ങൾ കുറെ കൂടെ വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി സംസാരിക്കുന്ന ഒരു പ്രേക്ഷകനാണ്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ പക്ഷേ കുറച്ച് ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായി അല്ലേ? അതെ, ഞാൻ എന്ന് വിളിക്കുന്നുണ്ട്. മറ്റേ അരമണിക്കൂർ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടുമായിരുന്നു. 1 മണിക്കൂർ ആക്കിയപ്പോഴാണ് തിരക്ക് കൂടുതൽ, കിട്ടാനേ വലിയ പ്രയാസമാണ്. അത് വലിയ പ്രതിസന്ധിയായി ഇപ്പൊ കിട്ടാൻ ഒരു പ്രയാസം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഏകദേശം പറഞ്ഞതുകൊണ്ട് പ്രേമചന്ദ്രനെ കുറിച്ച്
പണ്ട് CPM പറഞ്ഞതും പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയായിട്ട് ഊണ് കഴിച്ചതും ഇപ്പൊ ഏറ്റവും ഒടുവിൽ നിർമ്മല സീതാരാമനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. പ്രാതൽ കഴിച്ചു, അവിടെ ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഞാൻ മുമ്പ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാനും ഒരു രാഷ്ട്രീയക്കാരനാണ്. ഒരിക്കലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ശരിയല്ല. പൊതുജനത്തിന് സംശയമുണ്ടാകുന്ന ഒരു കൂടിക്കാഴ്ചകൾക്കും രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുവാൻ പാടില്ല. അത് പ്രേമചന്ദ്രനാകട്ടെ, അത് ഉമ്മൻചാണ്ടി അല്ല, ക്ഷമിക്കണം, അദ്ദേഹം മരണപ്പെട്ടു പോയി. രമേശ് ചെന്നിത്തലയാകട്ടെ, പിണറായി ആകട്ടെ, ഇവിടെ കെ സുരേന്ദ്രനാകട്ടെ, ആരായാലും പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, രാഷ്ട്രീയക്കാർ ഉദ്ദേശിച്ചാണ് പണ്ടത്തെ ഈ വിവരമുള്ള ഈ സാഹിത്യകാരന്മാരൊക്കെ ഈ പല കഥകൾ എഴുതിയിട്ടുള്ളത്. അതിനകത്ത് ഒരു വീട് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പലപ്പോഴും രാഷ്ട്രീയക്കാർ പ്രസംഗിക്കാറുണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയക്കാർക്കാണ് അത് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്. പൊതുജനത്തിന് സംശയം ഉണ്ടാകുന്ന ഒരു ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കും അങ്ങനെ പോകാൻ പാടില്ല. ഞാനും ഇടതുപക്ഷക്കാരനാണ്. ഞാൻ ചോദിക്കുന്നത്, ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ അവിടെ പ്രദേശത്ത് മറ്റ് പാർട്ടിക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർ കല്യാണത്തിനും മറ്റ് ചടങ്ങുകൾക്കും നല്ല കാര്യങ്ങൾക്കും ഒക്കെ വിളിക്കുമ്പോൾ അങ്ങ് ഇപ്പം എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവരെ സന്ദർശിക്കും? തീർച്ചയായിട്ടും ഞാൻ ഇതിനു വേണ്ടി പ്രാദേശികമായിട്ട് ഞാൻ പോരടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പലരുമായിട്ട് പല രാഷ്ട്രീയക്കാർക്കും എന്നോട് അതിനോട് അതൃപ്തിയുണ്ട്. ഞാൻ പറയാറുണ്ട്, പഞ്ചായത്ത് കയറി നോക്ക്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ച് എല്ലാവരെയും ജയിപ്പിക്കും. ജയിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഐക്യം കാണണം. ഒരു പാർട്ടിക്കാരാണ് പിന്നെ പഞ്ചായത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വലിയ അടുപ്പമില്ല. എല്ലാ പാർട്ടിക്കാരും അതിനകത്ത് 18, 20, 25 BJPയും കോൺഗ്രസും ഇടതുപക്ഷവും എല്ലാം എന്തൊരു ഐക്യമാണെന്നറിയാം. പിന്നീട് അടുത്ത കാലത്ത് ജയിക്കാൻ പോലും ഒരു പക്ഷേ ശ്രമിക്കുന്നത് ഇവര് തന്നെ വരണമെന്നായിരിക്കും രാഷ്ട്രീയത്തിൽ അതീതമാണ്. അത്രത്തോളം രാഷ്ട്രീയ മേഖല മലീമസമായിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി. എനിക്ക് അത് വലിയ അത്ഭുതമായി തോന്നുകയാണ്. അപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ മറ്റു പാർട്ടിക്കാരുമായി ഒന്നും സംസാരിക്കില്ല, അവരുടെ വീടുകളിലൊന്നും പോവില്ല, അങ്ങനെയൊന്നും സംസാരിക്കണമെന്നും വീടുകളിൽ പോകുന്ന നല്ല വിഷയം. ഈ സംശയം ഇപ്പൊ കല്യാണത്തിന് പോയാൽ ആരും സംശയിക്കത്തില്ല. അതുപോലെ തന്നെ കൂടിക്കാഴ്ചകളും കാത്തുകൂടിയും രഹസ്യ സംഭാഷണവും രാത്രിയിലെ കൂടിക്കാഴ്ചകളൊന്നും അത്തരത്തിലുള്ള. അതുകൊണ്ടാണ് പറഞ്ഞത് സീസറുടെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണമെന്നുള്ള നോവലിന്റെ വാക്കുകൾ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നതല്ല. കല്യാണത്തിന് പോകാൻ ആളുകളെ സഹകരിക്കാം, മരണത്തിന് പോകാൻ സഹകരിക്കാം, ഒരാളെ സഹായിക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സംശയം ഉണ്ടാകുന്ന അർദ്ധരാത്രിയിലെ കൂടിക്കാഴ്ചകൾ രഹസ്യമായിട്ട് മന്ത്രിമന്ദിരങ്ങളിലും അവിടെ മറ്റു രാഷ്ട്രീയക്കാർ വന്നിരുന്ന് സംസാരിക്കുന്നത് അതാണ് ഒഴിവാക്കേണ്ടത്. ഇത് അങ്ങനെ അതീവ രഹസ്യമായി അദ്ദേഹം ആരും അറിയാതെ പോയതല്ലേ. ഇത് ക്യാൻറ്റീനിൽ, പാർലമെന്റിന്റെ ക്യാൻറ്റീനിലാണ് പോയിരിക്കുന്നത്. അവിടെ ഒറ്റയ്ക്കല്ല പോയത്, മറ്റ് MP-മാരുണ്ടായിരുന്നു, എൽ മുരുകൻ ഉണ്ടായിരുന്നു, നമുക്കറിയാവുന്ന പലരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പക്ഷേ സംശയത്തോടെ കാണേണ്ടതുണ്ടോ? ശ്രീ ആ രീതിയിൽ കണ്ടാൽ മതി. ഇത് മുഖ്യമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടത് ആ രീതിയിൽ കണ്ടാൽ മതി എന്നാണ് നമ്മൾ പറയുന്നത്. അതിനിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും തെളിവാരി അറിയേണ്ട കാര്യമില്ല. രണ്ടാമത്തെ എനിക്ക് അതിനകത്ത് ഒരു അഭിപ്രായം കൂടെ പറയാനുണ്ടേ, മനസ്സിലാക്കുന്നേ. നമ്മൾ ഇവിടുത്തെ കാതലായ വിഷയം നമ്മൾ സംസാരിക്കേണ്ടത് ഈ ലെജിസ്ലേറ്റീവും ജുഡീഷ്യറിയുമായിട്ടുള്ള ആ ഒരു അകലം. നമ്മൾ ഇവിടെ പുതിയ നിയമ സംവിധാനം വരണം. ഇവിടെ ഒരു കേരളത്തിന് കിട്ടുന്ന വിഹിതം മേടിക്കാൻ വേണ്ടി നിർമ്മലാ സീതാരാമന് ചായ മേടിച്ചു കൊടുക്കേണ്ടയോ സ്വീകരിക്കേണ്ട കാര്യമില്ല. ജുഡീഷ്യറി ബന്ധപ്പെടണം ഇതില്. അത് കേരളത്തിന് അവകാശം ഉണ്ടെങ്കിൽ അത് കൊടുക്കുവാൻ കോടതി പറയണം. ഇതിപ്പോൾ നമ്മൾ കാര്യം സാധിക്കാൻ വേണ്ടി പാദസേവ ചെയ്യുന്ന രീതിയിലേക്ക് കൂടിക്കാഴ്ചകൾ, രഹസ്യ സംഭാഷണങ്ങൾ, ഇതൊന്നും ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ശരിയല്ല. ഈ കേരളത്തിന് അർഹമായി കിട്ടാനുണ്ടെങ്കിൽ നിർമ്മലാ സീതാരാമനെ വിളിച്ച് ചായ കുടിക്കുകയല്ല വേണ്ടത്. പ്രേമചന്ദ്രൻ അവിടെ കാര്യം സാധിക്കാനുണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് ക്യാൻറ്റീനിൽ പോകുകയല്ല വേണ്ടത്. അതിന് കോടതി ഇടപെടണം. അവകാശത്തിന് വേണ്ടി ഈ പൊതുജനങ്ങളുടെ വിശ്വാസം ആർജിക്കത്തക്ക വിധത്തിൽ സുതാര്യമായിരിക്കണം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഇടപെടൽ. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോ ആരുടെയും കല്യാണത്തിനോ ഒരു പാർട്ടിക്കാരെ രാജാലയ്ക്കോ അതൊന്നും വിഷയമല്ല. നിർമ്മലാ സീതാരാമൻ മുഖ്യമന്ത്രിയെ കാണുന്നതോ പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയെ കാണുന്നതോ ഒന്നും നമുക്ക് വിഷയമല്ല. പക്ഷെ സുതാര്യമായിരിക്കണം. നമുക്ക് പ്രേമചന്ദ്രൻ MP ആണെങ്കിൽ അദ്ദേഹത്തിന് കൊല്ലം മണ്ഡലത്തിന്റെ കാര്യം സാധിക്കുവാൻ വേണ്ടി ചായ കുടിക്കാനല്ല പോകേണ്ടത്. അതിന് റൂട്ടുണ്ട്, അതിന് സോഴ്സ് ഉണ്ട്. ആ രീതി ജനാധിപത്യ മര്യാദയ്ക്ക് അനുസരിച്ച് വേണം ഇവർ പ്രവർത്തിക്കാൻ. ആ രീതിയിലോട്ട് വേണം ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ. അപ്പോൾ ഈ ചർച്ചകൾക്ക് അവിടെ ഇടമുണ്ടാകുകയില്ല. അത് നിർമ്മലാ സീതാരാമനായാലും പ്രധാനമന്ത്രിയായാലും പ്രേമചന്ദ്രനായാലും നമ്മുടെ മുഖ്യമന്ത്രിയായാലും ശരി തന്നെ. നമുക്ക് കിട്ടാനുള്ളത് ആ റൂട്ടിൽ വാങ്ങിച്ചെടുക്കണം. രഹസ്യമായിട്ട് ചായ കുടിച്ചോ അല്ലെങ്കിൽ പാദസേവ ചെയ്തോ സോപ്പിട്ടോ അന്നതൊന്നും ചെയ്യേണ്ടത്. രാഷ്ട്രീയത്തിന്റെ ക്രെഡിബിലിറ്റി അതുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത്. ഞങ്ങൾക്ക് ഫുൾ ടൈം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരെ പതിറ്റാണ്ടുകളായിട്ട് ആരെയും പാദസേവ ചെയ്യുന്നവരല്ല. അന്തസ്സായുള്ള രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പ്രവർത്തനത്തിലേക്ക് എല്ലാ പാർട്ടിക്കാരും വരണം. അതാണ് വേണ്ടത്. ഏതായാലും ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ ഈ വിഷയം വളരെ ആഴത്തിൽ ചർച്ച ചെയ്തു. മറ്റ് പ്രേക്ഷകർക്കും അതിനോട് പ്രതികരിക്കേണ്ടതുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ കൃത്യമാണ്. അപ്പോൾ ജോസഫ് പറയുന്നത് എന്നോട് KM പറയുന്നത് കൊടുത്ത് കൊല്ലത്ത് നിന്ന് കിട്ടുമെന്നാണ്. കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത്
ഈ പ്രേമചന്ദ്രനോട് അദ്ദേഹത്തിന് പിന്തുണയുണ്ട് എന്നാണ്. ദാസൻ, ശ്രീ ദാസൻ, ഞാൻ ഒരു മുതിർന്ന ആളുടെ ഒരു പ്രതികരണം കേൾക്കാൻ കാത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രീ ദാസൻ എത്തുന്നത്. ശ്രീ ദാസൻ എന്ത് തോന്നുന്നു? ഇതൊക്കെ ഒരു വിവാദമാക്കി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ മാത്രമുണ്ടോ? ആളുകൾ തമ്മിൽ അവർ രാഷ്ട്രീയ രംഗത്തും അതല്ലാത്തൊരു സൗഹാർദ്ദവുമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണോ? അതോ നമുക്ക് കിട്ടേണ്ട പൈസ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തല്ലാതെ തന്നെ വാങ്ങിക്കേണ്ട രീതിയാണോ വേണ്ടത്? ശ്രീ ദാസൻ എന്ത് തോന്നുന്നു? എന്തോ ഒരു തട്ടിപ്പേര് കാണുന്നുണ്ട്. കാര്യം മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ അവിചാരിതമായിട്ട് പ്ലെയിനിൽ വെച്ചിട്ട് ഗവർണറെ കാണുന്നു. അപ്പൊ ഗവർണർ പറയുന്നത് ഞാൻ എന്റെ എംപിമാർക്ക് ഒരു ചാറ്റ് വിളിച്ചിട്ട്, അപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ എന്റെ ഈ നിർമ്മാണ സീതാരാമനെ വിളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പൊ അങ്ങനെയെല്ലാം കൂടി എന്തെല്ലാം ഒരു മൂന്നാമനായിട്ട് ഗവർണർ ഒറ്റക്കൊണ്ടല്ല എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോയില്ല എന്റെ വിശ്വാസം. കാര്യം ഇതിനു മുമ്പ് ഇപ്പൊ നമ്മുടെ ഷിബു വേദിച്ച പോയിട്ട് തണ്ടപ്പെട്ടപ്പോഴായിരുന്നു, അവളെ പറ്റി ഈ നമ്മുടെ മോദിയെ പറ്റി പോയപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ അതൊന്നും ഇവർക്ക് ബാധകമല്ല. അപ്പൊ ഇതിന് ഈ കരിമണ്ണൂർ കേസ്, മറ്റേ കരിമണ്ണൂർ കേസ്, മറ്റേ ഇപ്പോഴത്തെ ഈ SFI കേസ്, ഇതൊക്കെ ചോദനാകുമ്പോൾ മുഖ്യമന്ത്രി പോകും. ഇതിന് മുമ്പ് മുഖ്യമന്ത്രി പോയിട്ടുണ്ട് കുറച്ചു മുമ്പ്. അപ്പൊ ഇതെന്തോ ഒന്നാമത് KV തോമസിന്റെ ഗവൺമെന്റ് പല അഡ്ജസ്റ്റ്മെന്റും ഡൽഹിയിൽ നടക്കുന്നുണ്ട്. എന്താ നമ്മൾ പറയാൻ എന്താ ചെയ്യാം? ഓക്കെ, ഭയങ്കര ശബ്ദമാണ്, അതുകൊണ്ട് ഞാൻ നിർത്താൻ പോകും. ഓക്കെ, ഏതായാലും അങ്ങ് പങ്കെടുത്തു, നമ്മുടെ പൊതുവേദിയിൽ അങ്ങയുടെ അഭിപ്രായം പറഞ്ഞു, വ്യക്തമാണ്. താങ്ക് യു സോ മച്ച്. കൃഷ്ണൻകുട്ടി മണിമലയിൽ നിന്ന്. കൃഷ്ണൻകുട്ടി വ്യത്യസ്തരാക്കുന്ന ഒരു കാര്യം, അദ്ദേഹം കാര്യങ്ങൾ എപ്പോഴും വളരെ ആഴത്തിൽ മനസ്സിലാക്കിയതിന് ശേഷമാണ് പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നതാണ്. പലപ്പോഴും ഞാനുമൊക്കെ ആയിട്ട് തർക്കിക്കാറൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് പറയുന്ന പല കാര്യങ്ങളിലും ഒരു വസ്തുതയുണ്ട്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, ഞാനിത് എങ്ങനെയാ കേൾക്കുന്നുണ്ട്? ഞാൻ നമ്മൾ വഴക്കൊക്കെ കൂടുമെങ്കിലും താങ്കൾ പറയുന്ന വലിയ വീണ്ടും വഴക്കുണ്ടാക്കാനാണോ? ഇന്ന് ഞാൻ പക്ഷെ വഴക്കുണ്ടാക്കാറില്ല. ഞാൻ അങ്ങ് പറയുന്ന മുഴുവൻ കേൾക്കാനല്ല. എന്റെ സംശയം നിങ്ങൾക്ക് എന്താണ് ഈ പ്രേമേന്ദ്രന് ഇത്രയും വിരോധം എന്നാണ്. ആണോ? ഞങ്ങൾക്ക് വിരോധം ഉണ്ടെന്നുള്ളതുകൊണ്ടാണോ ഇത്? അദ്ദേഹത്തെ ആൾക്കാർക്ക് ഇതുവരെ പ്രേമേന്ദ്രന്റെ ഫേസ്ബുക്കിൽ പുള്ളി അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. പ്രതികരണങ്ങളും കൊടുത്തു. ഇതാണ് ചർച്ച ചെയ്യുന്നുണ്ടപ്പോ ഞാൻ ആ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് പോയി. അപ്പം ഇഷ്ടംപോലെ ട്രോളുന്നുണ്ട് പ്രേമേന്ദ്രനെ അത് വായിക്കുന്നവര്. അത് ശരി, ട്രോൾ ചെയ്യാണ്. അതിന്റെ കൂടെ നിങ്ങളും അതിന് വഴിവെച്ച് കൊടുത്തു ഇപ്പോ. ആണോ? ശരി. പക്ഷെ എന്തെന്ന് വെച്ചാല് പ്രേമേന്ദ്രൻ LDFന്റെ കൂടെ നിൽക്കുമ്പോ നിങ്ങളുടെ ചാനലുണ്ടോ എനിക്കറിയില്ല. ഞാനത് നിങ്ങളുടെ ചാനൽ അപ്പൊ കാണുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോ എന്താന്ന് വെച്ചാല് അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ഈ ചാനൽ ചർച്ചകളിൽ വരുന്ന ചർച്ചകളിലെല്ലാം LDFനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തുകൊണ്ടിരുന്നത് പ്രേമേന്ദ്രനാണ്. എന്തെല്ലാം ഇപ്പോഴും അത് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അല്ല, അന്ന് ഞങ്ങൾ ന്യൂസ് 18 ഒന്നും തന്നെയില്ല, പക്ഷെ ഞങ്ങളൊക്കെ പത്രരംഗത്തുണ്ട്. ഞങ്ങളൊക്കെ അന്ന് അദ്ദേഹത്തെ കവർ ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. ശരിയാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള പ്രേമേന്ദ്രൻ ഒരു ദിവസം നേരം വിളിക്കുമ്പോണ്ട് ബ്രേക്കിംഗ് ന്യൂസ് പ്രേമേന്ദ്രൻ UDFൽ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായത് എന്താണ്? അദ്ദേഹം ശരിക്കും ഒരു അവസരവാദിയാണെന്നല്ലേ അത് തെളിയിച്ചത്. അതൊക്കെ പിന്നെ രാഷ്ട്രീയത്തിൽ അവസരവാദം ഉണ്ടോ? ഇപ്പൊ മാണി കോൺഗ്രസ് അല്ല, ഞാൻ മുഴുവൻ പറയട്ടെ. പുള്ളി മാത്രമല്ല, പുള്ളിയുടെ പാർട്ടി എങ്ങനെയാണ്? ഈ RSP എന്നുള്ള സാധനം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ശരിക്ക്. അല്ലേ? അവരൊരു റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അല്ലേ? അതെ, അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. അപ്പൊ അവര് ഓരോ നാട്ടിലും ഓരോ സ്ഥലത്തും ഏതൊക്കെ മുന്നണിയിൽ എങ്ങനെയൊക്കെയാ നിൽക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം അവരുടെ അവസരവാദത്തിന്റെ പ്രത്യേകത. അപ്പൊ ആ RSPയിലെ വെള്ളം കുടിച്ച് ജീവിക്കാൻ പ്രേമേന്ദ്രനും ഇങ്ങനെ ആയേ പറ്റുള്ളൂ. അതിന്റെ കൂടെ തന്നെ പ്രേമേന്ദ്രൻ അവിടെ 2 പാർട്ടി ആയി കഴിഞ്ഞതിന് ശേഷം പ്രേമേന്ദ്രൻ ഇപ്പൊ അങ്ങോട്ട് ചെന്നതിന് ശേഷം എന്താ സംഭവിച്ചത്? പ്രേമേന്ദ്രന്റെ പാർട്ടിക്ക് ഇപ്പൊ MLA ഉണ്ടോ? പ്രേമേന്ദ്ര പാർട്ടിക്ക് MLA ഇല്ല. ഇപ്പൊ പ്രേമേന്ദ്രനോട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രേമേന്ദ്രനും കൂടെ ചെന്നതുകൊണ്ട് RSPയെ കൊണ്ട് കുളത്തിൽ ഇറക്കിയത് എല്ലാരും കൂടെ. അല്ല, അത് പക്ഷെ കഴിഞ്ഞ രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞത് പ്രേമേന്ദ്രനോട് മാത്രാ. ശരി. അങ്ങനെയുള്ള പ്രേമേന്ദ്രൻ ഈ പ്രധാനമന്ത്രി ശ്രീ മോദിയായിട്ട് ചായ കുടിക്കാൻ പോയപ്പോൾ ആൾക്കാർക്ക് സംശയം തോന്നിയതിൽ അതിശയിക്കാനില്ല. മനസ്സിലായില്ലേ? പ്രേമേന്ദ്ര സ്വഭാവം എന്താണെന്ന് നാട്ടുകാർക്കെല്ലാം നേരിട്ട് കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. അങ്ങനെ മനസ്സിലാക്കിയ ആളുകള് പ്രേമേന്ദ്രനെ CPM-കാര് മാത്രമല്ല നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആൾക്കാർ വരെയും പ്രേമേന്ദ്രൻ അങ്ങനെ ചെയ്തേക്കുമോ എന്ന് സംശയിച്ചു ആ സമയത്ത്. കാരണം പ്രേമേന്ദ്രന്റെ ഐഡന്റിറ്റി പ്രേമേന്ദ്രൻ അങ്ങനെ തെളിയിച്ചു.
അങ്ങനെ ഒരു വ്യക്തിയാണ് പ്രേമേന്ദ്രൻ കാണിച്ചു കൊടുത്തു. ഇപ്പൊ പ്രേമേന്ദ്രൻ കാണിച്ച ഒരു ബുദ്ധിമോശം എന്തെന്ന് വെച്ചാല് ഇപ്പം മുഖ്യമന്ത്രി കേന്ദ്രത്തിലെ ധനകാര്യമന്ത്രിയെ കണ്ടപ്പോ ആ പ്രേമേന്ദ്രന് കിട്ടിയ ആ ട്രോൾ എല്ലാം കൂടെ വെച്ചിട്ട് പ്രേമേന്ദ്രന് പകരം കിട്ടാൻ നോക്കിയാണ് ഫേസ്ബുക്കിൽ ഇത് സാധനം എടുത്തിട്ടത്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ വെച്ചാല് പ്രേമേന്ദ്രന്റെ ഈ വ്യത്യസ്തമായ ഈ വൃത്തികെട്ട സ്വഭാവം ഒരു പ്രാവശ്യം കൂടെ ജനങ്ങൾക്ക് ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാക്കുകയാണ് ചെയ്തത്. വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അതിന്റെ കൂടെ അല്ല ഒരു കാര്യം കൂടെ അതിന്റെ കൂടെ നിങ്ങളും കൂടെ പ്രേമേന്ദ്രനെ ട്രോളാൻ വഴി വെട്ടി എന്നുള്ളതാണ് പറയാനുള്ളത്. ശരി വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഡേവിഡ് വിജയ് പള്ളുരുത്തിയിൽ നിന്ന് ചേരുകയാണ്. ഡേവിഡ് വിജയ് നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം പലപ്പോഴും പല വിഷയങ്ങളിൽ വളരെ ശക്തമായ പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു പ്രേക്ഷകൻ കൂടിയാണ്. പക്ഷേ ശ്രീ ഡേവിഡ്, ഗുഡ് ഈവനിങ്. എന്താണ് കുറേ ദിവസമായി വിളിക്കാത്തത്? ഞാൻ വിചാരിച്ച് തിരക്കിലാണെന്ന്. ഇല്ല, എനിക്ക് താല്പര്യമില്ലാത്ത ഇത് ഈ സംഭവം വന്ന് പ്രേമചന്ദ്രൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ അദ്ദേഹം അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം നിൽക്കുന്ന UDF-നെ പറ്റി ഒന്നും എനിക്കൊരു അഭിപ്രായമെങ്കിലും അദ്ദേഹം വളരെ അതിപ്രഗത്ഭനും നല്ല കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ്, വെറും ന്യൂസ് ടോക്ക് അല്ല. അതെ, മുത്തലാഖ് തൊട്ട് മുല്ലപ്പെരിയാർ വരെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം പാർലമെന്റിൽ സംസാരിച്ച് പലപ്പോഴും ജനശ്രദ്ധ ആകർഷിച്ചു. അതെനിക്ക് നമ്മുടെ രാജീവ് രാജ്യസഭയിലുണ്ടായിരുന്ന കാലത്ത് നമ്മളെ പ്രേമചന്ദ്രൻ അല്ലെങ്കിൽ ചന്ദ്രൻപിള്ള, ഇവിടുത്തെ ഞങ്ങളുടെ എറണാകുളത്തുള്ള ആള് തന്നെയാണ്. അതേപോലെ കുറച്ച് അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അന്ന് അദ്ദേഹം പെട്ടെന്ന് അങ്ങോട്ട് മാറിയ ദേഷ്യത്തിന് മുഖ്യമന്ത്രി മലബാർ ഭാഷയിൽ അദ്ദേഹത്തെ ഞാനിതിപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ആ ദേഷ്യം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അത് അദ്ദേഹം തിരിച്ചു പറഞ്ഞു എന്നുള്ളൂ. അതിൽ ഇത്ര വലിയ കാര്യമൊന്നുമില്ല. പ്രേമേന്ദ്രൻ ഏത് കക്ഷിയിൽ നിന്നാലും അദ്ദേഹത്തിന് വ്യക്തി പ്രഭാവം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, താങ്കൾക്ക് സമയമുണ്ടെങ്കിൽ. കേന്ദ്രവുമായിട്ട് റിലേഷൻഷിപ്പിൽ തന്നെ പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ ഇംഗ്ലീഷ് കഥ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? മൈ ചിൽഡ്രൻ ആൻഡ് യുവർ ചിൽഡ്രൻ പ്ലേയിങ് വിത്ത് അവർ ചിൽഡ്രൻ. അതായത് അതൊരു അതുപോലെ തന്നെ ആയിരിക്കണം കേന്ദ്രമായിട്ടുള്ള ബന്ധം. കാരണം രണ്ട് കപ്പിൾസ്, അതായത് ഒരു ഹസ്ബൻഡ് വൈഫും വേറൊരു ഹസ്ബൻഡ് വൈഫും ഓപ്പോസിറ്റ് താമസിക്കുന്നു. അവർക്ക് രണ്ട് കുട്ടികളുണ്ട്. ഇവരൊക്കെ കൂടി കളിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. ഒരു ഹസ്ബൻഡിന് അപ്പുറത്തെ വൈഫിന്റെ അടുത്തൊരു അടുപ്പം തോന്നി, ഇപ്പുറത്തെ ഹസ്ബൻഡിന് അപ്പുറത്തെ വൈഫിന്റെ അടുത്തും അടുപ്പം തോന്നി. അവര് പരസ്പരം മാറി. ഒരു തമാശ. അപ്പൊ അതിൽ രണ്ട് കുട്ടികളുണ്ടായി. അങ്ങനെ 8 കുട്ടികളും കൂടി കളിച്ച് കാണുമ്പം അവര് പറഞ്ഞു മൈ ചിൽഡ്രൻ ആൻഡ് യുവർ ചിൽഡ്രൻ പ്ലേയിങ് വിത്ത് അവർ ചിൽഡ്രൻ. അതുപോലെ ആയിരിക്കണം കേന്ദ്രമായിട്ടുള്ള ബന്ധം. അവരെന്താണ് സ്വന്തമായിട്ട് എതിർക്കുന്നത്? മുഖ്യമന്ത്രി പോയാലും കേരളത്തിൽ BJP അധികാരത്തിൽ വരില്ല. അവരുടെ കൂടെ പോയി മര്യാദക്ക് എന്തെങ്കിലും പറഞ്ഞ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരേണ്ട ആവശ്യമില്ല. എന്തൊക്കെ ഫെഡറലിസം എന്ന് പറഞ്ഞാലും അവര് ഭരിക്കുന്ന സ്റ്റേറ്റുകളോട്. അതുകൊണ്ട് ഇവിടെ MP-മാരും നമുക്ക് ആവശ്യമാണ് BJP-യിലേക്ക്. വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. വേറെയും പ്രേക്ഷകർ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ദീപു നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ദീപു തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നുണ്ട്. ദീപു കേൾക്കാമോ? കേൾക്കാം. ദീപു, ഞാൻ പ്രേമേന്ദ്രനെ ട്രോളാൻ വേണ്ടി ചെയ്തതാണ് എന്ന് വിമർശിക്കുന്നവരുണ്ട്. എന്നാൽ ഞാൻ അത് ഉദ്ദേശിച്ചത് പക്ഷേ അങ്ങനെയല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ രാഷ്ട്രീയത്തിന് അതീതമായ ആളുകൾ കൂടിക്കാഴ്ച നടത്തുന്നു, അത് നാടിൻ്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നല്ലതാണ് എന്നൊരു സന്ദേശം നൽകാൻ വേണ്ടിയാണ്. പക്ഷേ ദീപുവിന് എന്ത് തോന്നുന്നു? അങ്ങനെ ഒരു കൂടിക്കാഴ്ച നല്ലതായോ? അത് ഈ CPM അന്ന് എതിർത്തത് ഇന്ന് അവരെ തിരിഞ്ഞു കടിക്കുന്നുണ്ടോ? അതോ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ന്യായീകരണവും അല്ലെങ്കിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകി CPM-ന് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ്? മനു, അതിൻ്റെ ഇടയ്ക്ക് CPM അന്ന് എതിർത്തത് ഇന്ന് തിരിഞ്ഞു കടിക്കുന്നു എന്ന് പറയാം. CPM അത് കൃത്യമായ കാര്യങ്ങളാണ് നിലപാടെടുത്ത് സംസാരിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ അതൊരു വ്യക്തമായിട്ട് എന്ത് റീസൺ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. എന്തായാലും ഇപ്പൊ ചർച്ച അല്ലാത്തതുകൊണ്ട് ഈ വിഷയത്തിൽ നിൽക്കാം. ഞാനൊരു കാര്യം മനുവിനോട് ചോദിക്കട്ടെ. മനു, ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ? അദ്ദേഹത്തിന് ഈ ഗവർണർ അവിടെ MP-മാർക്ക് ഒരു ട്രീറ്റ് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. മീറ്റിംഗ് മീൻസ് അവര് എല്ലാവരും പരിചയപ്പെടാനും കാര്യങ്ങളും ഒക്കെ ഉള്ള പുതിയതായിട്ട് വന്ന ഗവർണറാണ്. അവിടെ വന്ന് പരിചയപ്പെടാനുള്ള ഒരു വേദി ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ വരുന്നുണ്ടോ എന്ന് നേരത്തെ ചോദിച്ചപ്പോൾ അദ്ദേഹം വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ സമയത്ത് പാർട്ടി മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരേ ഫ്ലൈറ്റിൽ പോകുന്നു, അവിടെ കാണാന്ന് പറയുന്നു. ശരി, കാണാന്ന് പറയുന്നു. ആ മീറ്റിംഗിലും ഉണ്ടായി ഇല്ലേ? മുഖ്യമന്ത്രി ഉണ്ടായി, പ്രേമേന്ദ്രനും ഉണ്ടായി. അപ്പൊ അന്നേരം ഈ കഥകളൊക്കെ വരണ്ടേ? ഇല്ല.
അത് കഴിഞ്ഞപ്പോ പറയുന്നു നേരത്തെ തന്നെ ധനമന്ത്രിയെ മുഖ്യമന്ത്രി വിളിച്ചിട്ടുള്ളതാണ്. ഇനി മുഖ്യമന്ത്രിയും ധനമന്ത്രിയും തമ്മിലുള്ളത് വലിയ എന്തോ അതിരുവിട്ടിട്ടുള്ള എന്തോ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നൊക്കെ പറയുമ്പം ഇത് ധനമന്ത്രി എന്തിനാ യൂസ് ചെയ്യുന്നത്? മുഖ്യമന്ത്രിക്ക് നേരെ പ്രധാനമന്ത്രി ഇട്ട് വെക്കൂടെ? ഈ കാര്യങ്ങൾ മകളെ രക്ഷിക്കാനാണെങ്കിലോ ആരെങ്കിലും അത് നേരത്തെയും പിന്നെ പ്രധാനമന്ത്രിയെ കണ്ടിട്ടില്ല. എന്ത് ധനമന്ത്രിയുടെ കെയർ ഓഫിൽ പോകേണ്ട കാര്യം? നേരത്തെ പറഞ്ഞു ഈ ADGP ഒരു അജിത് കുമാറിനെ വെച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ഇല്ലേ? അത് പറഞ്ഞു. പിന്നെ ഇപ്പൊ പറയുന്നത് എന്താണ്? ധനമന്ത്രി, ഞാനൊരു കാര്യം മനുവിനോട് അങ്ങോട്ട് ചോദിക്കാം, ഈ ധനമന്ത്രിയെ ഇങ്ങോട്ട് മുഖ്യമന്ത്രി വിളിച്ചിട്ടല്ലേ കേരള ഹൗസിലേക്ക് വന്നത്? അല്ലേ? അങ്ങനെയല്ലേ? അല്ലാതെ ധനമന്ത്രി മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് മുഖ്യമന്ത്രി അങ്ങോട്ട് പോയതല്ല. ധനമന്ത്രിയെ മുഖ്യമന്ത്രി ക്ഷണിച്ചിട്ടാണ് കേരള ഹൗസിലേക്ക് അവർ വന്നത്, അല്ലേ മനു? അങ്ങനല്ലേ സംഭവിച്ചത്? അങ്ങനെയാണെങ്കിൽ നിർമ്മലാ സീതാരാമൻ CPM-ൽ ചേരാൻ വന്നതാണോ എന്ന് സംശയിക്കണമെന്നാണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ അത് സംസാരിക്കാത്തത്? ആ ഒരു സംഭാഷണം സംസാരിക്കാലോ. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഭർത്താവിന്റെ വഴിയെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരാൻ നിൽക്കുന്നു എന്നൊരു ചർച്ചയാവാലോ. എന്തുകൊണ്ടാവുന്നില്ല? നിങ്ങൾക്ക് ഉദ്ദേശം, നിങ്ങളുടെ ഉദ്ദേശം എന്നല്ല ഞാൻ പറയുന്നത്, അതിനെപ്പറ്റി നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യണം. ഇതിനകത്തുള്ള ഉദ്ദേശം, ആ ഉദ്ദേശമുള്ളവർക്കുള്ള ഉദ്ദേശം ഇത് മുഖ്യമന്ത്രി ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് പറയുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമാണ് കാണുന്നത്. രണ്ട് പോർട്ട്ഫോളിയോ വഹിക്കുന്ന രണ്ടുപേരാണ്. അവർക്ക് സംസാരിക്കാൻ ഒന്നാമത് ഇവര് നമ്മൾ യുദ്ധത്തിൽ ഇരിക്കുകയാണ്. കോടതിയിൽ കേസുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ KV തോമസ് മാഷുണ്ട്. അങ്ങനെ അവിടെ നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? ഇതിന് രണ്ടിനെയും ലൈസൻസ് വർക്കാണ് അദ്ദേഹം ചെയ്യുന്നത് അവിടെ, ഇല്ലേ? ഇവിടുത്തെ നമ്മുടെ കേരള സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനും തമ്മിലുള്ള ലൈസൻസ് വർക്കാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിനാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് വിളിച്ചൊരു ഇത് ചെയ്യാന്നാണ് പറയുന്നത്. അതിനെ പ്രേമേന്ദ്രനെ ആയിട്ട് പ്രധാനമന്ത്രി വിളിച്ചപ്പം കുറച്ചുപേരെ വിളിച്ചു, അദ്ദേഹത്തിനെ വിളിച്ചതും ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അത് എന്തുകൊണ്ടാണ് ഇലക്ഷന് തൊട്ട് മുമ്പ് പ്രധാനമന്ത്രിയുടെ PR വർക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ സംഭവം നടന്നത് എന്ന് ആർക്കും മനസ്സിലാവും. അത് വേണമെങ്കിൽ മനുവിനെ എതിർക്കാം. ഞാൻ പറയുന്നത് അതാണ്. PR വർക്കുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. ആ ചെയ്യുന്നതിന്റെ ഇടയിലേക്ക് പ്രേമേന്ദ്രൻ എന്തിനും പോയി? എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ഈ അതേപോലെ തന്നെ കഴിവുള്ളവർ കോൺഗ്രസിലെ MP-മാരൊന്നും കഴിവില്ലാത്ത വാഴകളാണോ? ഈ പ്രേമേന്ദ്രൻ മാത്രമേ ഇവിടുന്ന് പോകുന്നവരിലുള്ളോ നല്ലത് എന്നുണ്ടോ? അപ്പൊ അവിടെ ഇപ്പോഴും ഞാൻ പറയുന്നു, പ്രേമചന്ദ്രൻ ലാസ്റ്റ് ഇവിടെ BJP-കാരനാകുന്നുള്ളതിനകത്ത് ഒരു തർക്കവും വേണ്ട. ആ രീതിക്കുള്ള പ്രവർത്തനം അയാൾ കൊല്ലത്ത് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൊല്ലക്കാർക്കറിയാം. ഞാനും കൊല്ലക്കാരനാണ്. ഈ കൊല്ലക്കാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് പ്രേമചന്ദ്രനെ ഇവിടെ എന്തോ പ്രേമചന്ദ്രൻ ബർമൂടയും വള്ളിനിക്കറും ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. പ്രേമചന്ദ്രന് കാവി ട്രൗസർ നേരത്തെ തയ്ച്ചു വെച്ചിട്ടുള്ളതാണ്. പ്രേമചന്ദ്രൻ അതുകൊണ്ട് തന്നെ പോകുള്ളൂ. ഒരു കാര്യം മനുവിനോടും മാധ്യമങ്ങളോടും ബാക്കിയുള്ളവരോടും പറയാനുള്ളത്, നിങ്ങൾ ഈ ഈ മുഖ്യമന്ത്രി നിർമ്മലാ സീതാരാമനെ കേരള ഹൗസിലോട്ട് വിളിച്ചിട്ട് CPM-ലേക്ക് വരുന്നില്ല എന്നുള്ള വാർത്ത നിങ്ങൾ കാണാതെ പോയത് നിങ്ങളുടെ ഈ ഇത്രയും കാലത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഇടയിൽ പറ്റിപ്പോയ പാളിച്ചയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ CPM ഇട്ടാൽ ബർമുഡ, മറ്റുള്ളവരിട്ടാൽ വള്ളി നിക്കർ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട് തോമസ് മാത്തൻ. ഓക്കെ, ധനമന്ത്രി CPM-ൽ എന്ന് പറഞ്ഞ ദീപുവിൻ്റെ വാക്ക് എടുത്ത് തമാശയായിട്ട് ചിരിക്കുന്നുണ്ട് AB. മനുവിനോട് CM പറഞ്ഞു നാടിൻ്റെ വികസനത്തിനാണ് ചായ കുടിച്ചത് എന്ന് പറഞ്ഞോ എന്നാണ്. അല്ല, എന്നോടങ്ങനെ ആരും വ്യക്തിപരമായി രാവിലെ മുഖ്യമന്ത്രി വിളിച്ചിട്ട് മനു ഞാനിങ്ങനെ ചായ കുടിക്കാൻ പോവാണ് എന്ന് പറയില്ലല്ലോ. അത് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ് ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ അവരുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അന്ന് ഒട്ടനവധി വിഷയങ്ങൾ അതുമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് ഞാനും ഏറ്റുപറയുന്നത്. അല്ലാതെ എന്നോടങ്ങനെ വ്യക്തിപരമായി പറയില്ല. മാത്രമല്ല, ഈ രമേശ് മുഖ്യമന്ത്രി നിയമസഭയിൽ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. നിർമ്മലാ സീതാരാമൻ പ്രഭാത ഭക്ഷണത്തിന് വരുമെന്ന് പറഞ്ഞ് ഗവർണർ കൂടി വിളിച്ചതാണ്. അദ്ദേഹം സമ്മതിച്ചു, രാവിലെ തന്നെ വരികയായിരുന്നു. അല്ലാതെ ഗവർണർ ഇട്ട ഒരു പാലത്തിലൂടെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് എവിടെയാണ്? നിയമസഭയിലാണ്. എനിക്ക് ഗവർണർക്കും ധനമന്ത്രിക്കും സ്വന്തമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമുള്ള വ്യക്തിത്വങ്ങൾ കണ്ടാൽ രാഷ്ട്രീയം ഉരുകിപ്പോകില്ല. കേരളത്തിൻ്റെ പൊതുവായ ചില കാര്യങ്ങൾ പറയാഞ്ഞതല്ലാതെ നിവേദനം കൊടുക്കാനൊന്നുമല്ല പോയത്. തീർത്തും സൗഹാർദ്ദപരമായിരുന്നു ചർച്ച. അതൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ കാര്യങ്ങൾ പറയാനാണ് പോയത് എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയതിനെയാണ് ഞാൻ പറഞ്ഞത്. ബാക്കി എന്താ നടന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇത് അദ്ദേഹം പറഞ്ഞതിൽ നിന്നുള്ളൊരു അറിവാണ്. ഓക്കെ, രാജൻ. ശ്രീ രാജൻ വന്നു. കൊല്ലത്ത് നിന്നാണ് അദ്ദേഹം. ശ്രീ രാജൻ കൊല്ലംകാരനാണ്. ഈ കഥയൊക്കെ രാജൻ അറിയാം. ശ്രീ രാജൻ അപ്പോൾ അതിൻ്റെ ഒരു ഉള്ളറകൾ കൂടി അറിയുന്ന ഒരാളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങക്ക് എന്ത് തോന്നുന്നു ഇതിൽ?
2011 നമ്മുടെ ഷിബു ബേബി ജോണ് മുഖ്യമന്ത്രിയായിരുന്ന മോദിയെ കാണാൻ പോയി ഗുജറാത്തില്. എന്നിട്ട് പറഞ്ഞു ഗുജറാത്തിൽ ഭയങ്കര ഡെവലപ്മെന്റ് ആണ്. അതുപോലെ ചെന്ന് വന്ന നമ്മുടെ ആരായിരുന്നു ഉമ്മൻചാണ്ടിക്ക് വിവരം കൊടുത്തു. പുള്ളി എന്തിനാ പോയത്? ആരെങ്കിലും അറിഞ്ഞു എന്തിനാ പോയത്? എന്തോ അവിടെ വർത്താനം പറഞ്ഞെന്ന്. അതുപോലെ നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നത് പ്രണാബ് കുമാർ മുഖർജി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നമ്മുടെ RSSന്റെ കേന്ദ്രമായ നാഗ്പൂരിൽ പോയിട്ട് രാവിലെ കഞ്ഞിയും പയറും കുടിച്ചു. അത് കഴിഞ്ഞ് വൈകിട്ട് ചക്കപ്പുഴുക്കും തിന്നിട്ടാ വന്നത്. ആരും ഒന്നും പറഞ്ഞില്ല, ഒരേതിലും പറഞ്ഞില്ലല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അവിടെ ചേരാൻ പോയാന്നുവല്ലോ. അതുപോലെ തന്നെ പ്രിയങ്ക വധേര, അവരുടെ ഭർത്താവ് റോബർട്ട് വധേര അമിത്ഷായുടെ ഓഫീസിൽ പോയി അവിടെ 1.5 മണിക്കൂർ വർത്താനം പറഞ്ഞേച്ച് 171 കോടി രൂപ കൊടുത്തു. അത് ഞാനല്ല റിപ്പോർട്ട് ചെയ്ത്, മനോരമ. ആരെങ്കിലും തെറി വിളിക്കാവുണ്ട് അവരെ വിളിച്ചാൽ മതി. മനോരമ എഴുതിയ കാര്യമാണ്. 170 രൂപ BJPക്ക് സംഭാവന കൊടുത്തിട്ട് പോന്നു. ആരെങ്കിലും എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞോ? ഒന്നുമില്ല. ഇപ്പോഴത്തെ കാര്യം പറയാം. നിർമ്മല സീതാരാമൻ 20 വയസ്സും മുഖ്യമന്ത്രിക്ക് 25 വയസ്സും ആയിരുന്നെങ്കിൽ നമുക്ക് തെറ്റിദ്ധരിക്കായിരുന്നു ഇത് എന്തിനാ ഇവര് രഹസ്യമായിട്ട് കണ്ടതെന്നൊക്കെ. ഇപ്പൊ അങ്ങനല്ലല്ലോ. അത് 25-20 വയസ്സാണെങ്കിലും തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. പുരുഷനും സ്ത്രീകളൊക്കെ 20 വയസ്സുള്ള ആളുകൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി വേറെ ഒന്നും സംഭവിക്കാനില്ല. അവർ 2 കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിൽ ഇരിക്കുന്ന ആളുകളാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ പറയാൻ വന്നത് ഇവര് സംസാരിച്ചതെല്ലാം മറ്റുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് വെച്ച് തന്നെയാണ്. അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു, അതെല്ലാം പറഞ്ഞു. അതുകൊണ്ട് കേരള മുഖ്യമന്ത്രി കേന്ദ്രത്തിന്റെ ഒരു ഫൈനാൻസ് മിനിസ്റ്റർ കാണാൻ പോയെന്നുള്ളതാണ്. അതിനെന്താ കാര്യം? ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം അല്ല അത് കാണാൻ പോയത്. അപ്പൊ ഈ പ്രേമചന്ദ്രൻ ചോദിക്കുന്നത്, താനിങ്ങനെ പ്രധാനമന്ത്രി വിളിച്ചു, ക്യാൻറ്റീനിൽ പോയി ഊണ് കഴിച്ചു, അപ്പൊ അന്നത് ഇതോ പ്രേമചന്ദ്രൻ എല്ലാ രാഷ്ട്രീയ അസ്തിത്വവും കളഞ്ഞു കുളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കാരണം വെച്ചാൽ നമുക്ക് സംശയിക്കാം. കാരണം ഒരു കാര്യവുമില്ലാതെ പുള്ളി പ്രധാനമന്ത്രിയും കെട്ടിപ്പിടിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ. അത് മാത്രമല്ല അല്ല ഞാൻ ചോദിക്കുന്നത് ശ്രീ രാജനോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം വരും. ഇപ്പൊ 2 രാഷ്ട്രീയ ധാരയിലുള്ളവർ പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ ഒരുമിച്ച് ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ശ്രീ രാജൻ? അത് എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഒരു കുഴപ്പമില്ല. തലേദിവസം വരെ പിണറായി വിജയന്റെ കൂടെ കെട്ടിപ്പിടിച്ച ആള് രാവിലെ ഉമ്മൻചാണ്ടി കെട്ടിപ്പിടിച്ചിരിക്കുന്ന നമ്മൾ കണ്ടതില്ല. ഒരു കുഴപ്പമില്ല. അതിനകത്തൊന്നും നമ്മളാരും ഒരു അഭിപ്രായം പറയുന്നില്ല സാറേ. ഇവരാണ് പറയുന്നത്. അത് പോട്ടെ. അപ്പോ ഇങ്ങനൊക്കെയുള്ള സാഹചര്യത്തിൽ ഇപ്പം ഇ പി ജയരാജൻ മറ്റേ RSSന്റെ ഒരു നേതാവിനെ കണ്ടപ്പോഴത്തേക്കും ഇവിടെ വലിയ ബഹളമായിരുന്നു. അതെല്ലാം ഇതെല്ലാം ഈ എന്തെങ്കിലും ചൊറിഞ്ഞ് എന്തെങ്കിലും ഇരിക്കണം. ഇപ്പം രമേശ് ചെന്നിത്തല ഓൾറെഡി പകുതി ചീട്ട് കീറി. ഇനി അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ബാക്കി മുഖ്യമന്ത്രിമാരിരിക്കുന്നവരെല്ലാം കൂടെ ബാക്കി ചീട്ടോടെ കീറും. പുള്ളി എന്തെങ്കിലും വായി തോന്നിയത് വിളിച്ചു പറയുന്നത് വിചാരിച്ചു ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. മോദിയുടെയും അമിത്ഷായുടെയും കോട്ട ഇട്ടിരിക്കുന്നത് ഏതായാലും ഭയങ്കര സ്റ്റൈലായിരിക്കുന്നു. ഇതിന്റെ പേര് പക്ഷെ നെഹ്റു കോട്ട് എന്നാണ് അവരിടാറുണ്ടെങ്കിൽ. ആ കോട്ട് എന്റെയും കൊണ്ട് ആ കോട്ട് എനിക്കത് വലിയ കാര്യമാണ്. ഇത് എന്റെ കോട്ടല്ല കേട്ടോ, ഇത് ഇവിടുത്തെ വാർഡ്രോബിലുള്ള കോട്ടാണ്. ഞാനിപ്പോ ശ്രീ രാജനോട് ഞാൻ വളരെ രഹസ്യമായിട്ടൊരു കാര്യം പറയാം, വേറെ ആരോടും പറയരുത്, അതീവ രഹസ്യം. അത് എനിക്ക് ഈ കൊടവയറുണ്ട്. അപ്പൊ ഈ കൊടവയർ മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കോട്ട് ധരിക്കുന്നത്. ഇത് വേറെ ആരോടും പറയരുത്. അപ്പൊ അതിനുള്ള മരുന്നെന്ന് പറഞ്ഞാൽ രാവിലെ മാത്രമേ ആരും കഴിക്കുക. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ആരും കഴിക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കൊടവേർ പോകും. എനിക്ക് 67 വയസ്സ് ഉണ്ട്. ഞാൻ CBIയിൽ ജോലി ചെയ്ത ആളാണ്. അവിടുന്ന് പിന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൽ ചേർന്ന ആളാ. എനിക്ക് ഒറ്റ ശാലം പോലും കൊടവേറും ഇല്ല, ഒന്നുമില്ല. ഇപ്പോഴും കണ്ടാലും 40 വയസ്സേ ഉള്ളൂ. അത് ശരി. പക്ഷേ എനിക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ ഭക്ഷണമൊക്കെ നിയന്ത്രിക്കണമെന്ന് വിചാരിക്കുമെങ്കിലും ഈ ഭക്ഷണം കാണുമ്പോൾ അത് പ്രത്യേകിച്ച് ഈ എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നെ വൈകുന്നേരം നമുക്ക് പുറത്തു പോകാന്നൊക്കെ പറയുമ്പോൾ അവരോടൊപ്പം വെറുതെ അവിടെ പോയി ഇരുന്നൊരു ജ്യൂസ് കുടിക്കാന്ന് വിചാരിക്കുമ്പോൾ പിന്നെ ചില സമയത്ത് നിയന്ത്രണം തെറ്റിപ്പോവും. അതാണ് പ്രശ്നം. അതെ അത് പക്ഷെ കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ വൈകുന്നേരത്തെ ആ ഫുഡ് കംപ്ലീറ്റ് ഒഴിവാക്കുക. എന്തെങ്കിലും ഒരു ജ്യൂസ് വിത്തൗട്ട് ഷുഗർ അത് മാത്രമേ എടുക്കാവൂ. അപ്പൊ എന്റെ ഈ കൊടവയർ കണ്ടിട്ട് ശ്രീ രാജ ഒരിക്കൽ KPCC പ്രസിഡന്റ് നമ്മുടെ സുധാകരൻ കണ്ണൂരിൽ വെച്ചൊരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഈ കൊടവയർ മാറാൻ ഇഞ്ചിയും അതുപോലെ കുമ്പളങ്ങിയും ഒരു മിക്സിയിലിട്ട് അടിച്ച് അത് കുടിച്ചാൽ കുടവയർ മാറുമെന്ന്. അതായത് അതൊന്ന് പരീക്ഷിച്ചു നോക്കണം. അത് നല്ലതാ. പക്ഷേ വൈകുന്നേരത്തെ ഫുഡ് ഒഴിവാക്കിയാൽ കംപ്ലീറ്റ്ലി മാറും. ശരി, ഓക്കെ. ഏതായാലും താങ്ക് യു സോ മച്ച്. വളരെ രഹസ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചത്. സുരേഷ് ശങ്കുണ്ണി ഞങ്ങൾക്കൊപ്പം ചേർന്നിട്ടുണ്ട്, ഷാജി ഭാസ്കർ വന്നിട്ടുണ്ട്, ദീപു നമ്മുടെ ഒപ്പം ചേർന്നിട്ടുണ്ട്, ദീപുവിനെ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ സുനിൽ കുമാറിന് പക്ഷേ ആ പിന്തുണയ്ക്കൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. രഘുനന്ദനൻ കുറേ ആയല്ലോ കണ്ടിട്ടെന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ വന്നിരിക്കുന്നു, പ്രതിപക്ഷത്തുള്ളവരുടെ ജോലി
അത് ഇപ്പോൾ വിമർശിക്കലല്ലേ, അപ്പോൾ അത് അങ്ങനെ കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. സുനിൽകുമാർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. സതി ബാബുരാജ് നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷക ചേർന്നിട്ടുണ്ട്. മനോ, ദ ലാസ്റ്റ് 2 days യു ഡിഡ്ന്റ് റീഡ് മൈ റിമാർക്സ്. ഓഹോ, അത് എങ്ങനെ പറ്റിപ്പോയി? ഞാനിത് പലപ്പോഴും ചിലപ്പോൾ ചില തർക്കങ്ങൾക്കിടയിൽ അത് വിട്ടുപോയതായിരിക്കും. എക്സ്ട്രീംലി സോറി. ഞാൻ അങ്ങനെ ശ്രീമതി സതി ബാബുരാജിനെ മറക്കുന്നയാളല്ല, എന്തോ ഒരു തെറ്റ് പറ്റിപ്പോയതാണ് കേട്ടോ. അപ്പോൾ യു ടേക്ക് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ടു പ്രിഫർ പീപ്പിൾ ഇൻ പൊളിറ്റിക്സ്, ദിസ് ഇസ് ഓൾവേസ് ഡൺ. ഓക്കെ. അപ്പോൾ എനിക്കൊന്ന് സതി ബാബുരാജിന് അത്ര ഒരു പൊളിറ്റിക്കൽ വിഷയങ്ങളിൽ താല്പര്യം കുറവാണ്. അവർ പൊതുവിഷയങ്ങളാണ് കൂടുതലും പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ, ഞങ്ങൾക്കൊപ്പം ചേരുകയും ഇത് കാണുകയും ചെയ്യുന്നു എന്ന ഒരു സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ മാത്തൻ പറയുന്നു, മിസ്റ്റർ മനു, സുനിത വില്യംസ് വരുന്ന പേടകത്തിൽ പിണറായിയെ കയറ്റിവിടാൻ പറ്റുമോ? അല്ലല്ല, അദ്ദേഹം അങ്ങനെയൊന്നും നമ്മൾ പറയരുത് ശ്രീ മാത്തൻ. ഞാനിപ്പോൾ ഈ പിണറായി വിജയനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആക്കിയതല്ല. അദ്ദേഹം ജനങ്ങൾ തിരഞ്ഞെടുത്ത് വന്നിട്ടുള്ളൊരു നേതാവാണ്. അദ്ദേഹം ഓട് വിളിച്ച് വന്നതല്ല. ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുത്താണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു വ്യക്തിപരമായ വിമർശനം അദ്ദേഹത്തിനെതിരെ നടത്തുന്നത് ശരിയല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രസന്നൻ മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, നമസ്കാരം. താങ്കൾ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു, മാളയിൽ നിന്നാണെന്ന് പറഞ്ഞു. പ്രവാസ കാലമൊക്കെ കഴിഞ്ഞ് കേരളത്തിൽ മടങ്ങിയെത്തിയെന്നൊക്കെ എന്നോട് പറഞ്ഞു, അല്ലേ? അതെ 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 അതെ. അപ്പോൾ ഇതിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ നമ്മൾ അങ്ങ് വേറെ രാജ്യങ്ങളിലൊക്കെ ജോലിയെടുത്തും സന്ദർശിച്ചൊക്കെ ഉള്ള ആളുകളാണല്ലോ. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ അങ്ങനെ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിൽ നിൽക്കേണ്ടതുണ്ടോ? അതോ അവർക്ക് ഇങ്ങനെ ആളുകളെ കാണുകയും പൊതു ആവശ്യങ്ങൾ ചർച്ച ചെയ്യും, അല്ലാതെ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ പാടുമോ? അതോ അതിനപ്പുറത്തേക്ക് ഇതൊക്കെ രാഷ്ട്രീയമായി കാണേണ്ടതുണ്ട്? എന്തൊക്കെയാണ് അങ്ങയുടെ ഒരു പ്രതികരണം അതിൽ? നമസ്കാരം സാർ. നമസ്കാരം. അതായത് എന്റെ ഈ കാഴ്ചപ്പാട്, ഈ പ്രേമചന്ദ്രൻ പ്രൈം മിനിസ്റ്ററെ കണ്ടതും ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രി നിർമ്മലാ സീതാരാമനുമായിട്ട് ചർച്ച നടത്തിയതും ഒക്കെ നല്ലതാണ്. എല്ലാം നല്ലതാണ്. സഹിഷ്ണുത എല്ലാവരും എല്ലാ കാലത്തും പ്രകടിപ്പിക്കണം. നേരത്തെ ഈ നമ്മുടെ പ്രേമചന്ദ്രൻ പറഞ്ഞതിൽ ഒരു ചെറിയ കാര്യമുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ വെറുതെ എന്തായാലും നമ്മളിപ്പോ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോൾ എന്തായാലും പ്രേമേന്ദ്രൻ വെറുതെ പ്രൈം മിനിസ്റ്റർ കാണില്ല. അതുപോലെ തന്നെ എന്തായാലും മുഖ്യമന്ത്രി ഫിനാൻസ് മിനിസ്റ്ററെ വിളിച്ച് സംസാരിക്കില്ല. അതിൽ തീർത്തും 100% നിർദോഷമാണെന്ന് പറയാൻ പറ്റുന്ന കാര്യം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാത്തിനും പുറകിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണുമല്ലോ സംസാരിക്കുന്നത്. വെറുതെ അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നതല്ല. പിന്നെ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ സംസാരിക്കാൻ പോയപ്പോ നമ്മുടെ കേരളത്തിലെ ധനകാര്യമന്ത്രിയെ കൂടി കൂട്ടാമായിരുന്നു വേണമെങ്കിൽ, കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാനായിട്ട്. അപ്പൊ ജനങ്ങള് എന്തായാലും ഞാൻ നേരത്തെ ഒരു മെസ്സേജ് ഇട്ടായിരുന്നു. അതായത് ചോറ് തിന്നുന്നവർക്ക് മാത്രമല്ല, ചപ്പാത്തി തിന്നുന്നവർക്കും ഇനി മറ്റ് ഫ്രൂട്ട്സ് കഴിക്കുന്നവർക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്തായാലും ജനങ്ങൾ തീരെ പൊട്ടന്മാരല്ല. എല്ലാത്തിനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ രാഷ്ട്രീയം നടത്തുന്നത് അവരോരോ കാര്യങ്ങളും കൂടി നടത്തണമല്ലോ. അപ്പൊ എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നുണ്ട്. ഏതായാലും വളരെ നന്ദി ശ്രീ പ്രസിഡന്റ്. താങ്കൾ ഞങ്ങളുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. മാളയിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് വളരെയധികം സന്തോഷം. ഈ കൃഷ്ണദാസ് പറയുന്നത് ഇതിൽ വിളിക്കുന്നവരെല്ലാം അവർക്ക് തോന്നുന്ന കാര്യങ്ങളാണല്ലോ പറയുന്നത്. അല്ല, അവർക്ക് തോന്നുന്ന കാര്യങ്ങളല്ലേ അവർ പറയേണ്ടത്. നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുമോ കൃഷ്ണദാസ്? ഓക്കെ. കൃഷ്ണകുമാർ എന്നോടൊപ്പം ചേരുന്നത് പാലക്കാട് നിന്നാണ്. ശ്രീ കൃഷ്ണകുമാർ, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പാലക്കാട് ശ്രീകൃഷ്ണപുരം. ശ്രീകൃഷ്ണപുരം. അത് വളരെ ദൂരെയാണ് പാലക്കാട് നഗരത്തിൽ നിന്ന്. പക്ഷെ വളരെ നല്ലൊരു സ്ഥലമാണ്. എനിക്ക് ശ്രീകൃഷ്ണന്റെ സ്ഥലമല്ലേ? അതെ അതെ അതെ. അവിടെ നല്ല മനുഷ്യരാണ്. കുറച്ച് പേരൊക്കെ ഞങ്ങളുടെ കൂടെയൊക്കെ പഠിച്ചവരെയൊക്കെ എനിക്കറിയാം അവിടെ. അപ്പോൾ ശ്രീ കൃഷ്ണകുമാറിന് ഈ രാഷ്ട്രീയ തർക്കമൊക്കെ കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഞാൻ പ്രത്യേകിച്ച് രാഷ്ട്രീയം എന്നുള്ള ആളല്ലെങ്കിൽ ഈ ചർച്ച കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് അറിയോ? BJP ഒരു അടിപൊളി ഭരണമാണ് കാഴ്ചവെക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. അതായത് കമ്മ്യൂണിസ്റ്റ് പറയും കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോവാണെന്ന്, കോൺഗ്രസ്സുകാർ പറയും കമ്മ്യൂണിസ്റ്റ് BJPയിലേക്ക് പോകണം. അപ്പൊ ഈ BJP ഒരു നല്ലൊരു ഭരണം കാഴ്ച. അപ്പൊ എനിക്ക് തോന്നുന്നത് അതാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇതിലേക്ക് ചേരണമെന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും കൂടെ കുറ്റം പറഞ്ഞിട്ട് അവരുടെ പ്രസ്ഥാനം വിടാനും പറ്റില്ല. ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പ്രേമചന്ദ്രനെ ഭക്ഷണത്തിന് വിളിച്ചു എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ? അതുപോലെ ഒരു ധനകാര്യമന്ത്രി ഇവിടെ വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള ഒരു സ്റ്റേറ്റ് ആണല്ലോ കേരളം. അപ്പൊ അവർക്ക് കേന്ദ്രത്തിന് എല്ലാ സ്റ്റേറ്റുകളെയും ഒരേപോലെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ.
അപ്പൊ ഇത് രാഷ്ട്രീയം കളിച്ചിട്ട് ഇവരൊക്കെ രണ്ടു കൂട്ടരും പറയുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ BJP നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്ന പാർട്ടിയാണ്. പക്ഷെ നമുക്ക് അതിൽ പോയി ചേരാനും പറ്റില്ല. അപ്പൊ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം പോവുകയും ചെയ്യും എന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓ അത് ശരി, ഓക്കെ. ഏതായാലും കൊള്ളാം. ശ്രീ കൃഷ്ണകുമാർ പാലക്കാട് നിന്ന് വിളിച്ചു. അദ്ദേഹം BJP നല്ലൊരു പ്രസ്ഥാനമാണെന്നൊക്കെ പറയുന്നു. ഓക്കെ, കൊള്ളാം അങ്ങയുടെ അഭിപ്രായം. അനിയൻകുട്ടൻ, അനിയൻകുട്ടാ. ഹലോ, നമസ്കാരം. ശ്രീ അനിയൻകുട്ടനെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കാരണം ശ്രീ അനിയൻകുട്ടൻ ഇതിലെങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? സാറേ നമസ്കാരം. ഒത്തിരി ആയി വിളിച്ചിട്ടൊന്നും ഇടയ്ക്ക് കിട്ടുന്നില്ലായിരുന്നേ. എന്താ പറ്റുന്നത്? ഈ ഫോൺ എൻഗേജ്ഡ് ആവുകയാണ് അല്ലേ? ചിലപ്പോൾ ഈ ആളുകൾ വിളിക്കുന്നതിൻ്റെയൊക്കെ ഒരു തിരക്കായിരിക്കും. പക്ഷേ അത് ഇതിൽ സത്യത്തിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു നിയന്ത്രണം ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അനിയൻകുട്ടൻ്റെ നമ്പർ കണ്ടാൽ ഞാൻ അല്ലാതെ അതിലേക്ക് പോയേനെ. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് വേറൊരു സ്ഥലത്താണ് ഇത് വരുന്നത്. അതെല്ലാം കണക്ട് ചെയ്ത് അത് ഓട്ടോമാറ്റിക്കായി വന്ന് എനിക്കതിൻ്റെ ഇയർഫോണിലൂടെ അത് കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു വലിയ പ്രശ്നം. ഏതായാലും നമുക്ക് ഇന്ന് സംസാരിക്കാൻ പറ്റിയല്ലോ, സന്തോഷം. ശരി സാറേ, എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ കേരളത്തിലെ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പോയ ഒരു കാര്യമാണ്. അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഡൽഹിക്ക്, അദ്ദേഹം അവിടെ കഴിക്കുന്നതിൽ നല്ല ഭക്ഷണമായിട്ട് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കും. ഗവർണർ വിളിച്ചാൽ ഉടനെ, നിർമ്മലാ സീതാരാമൻ വിളിച്ചാൽ ഉടനെ അവിടെ പോയി 2 ഇഡ്ഡലിയും പഴവും ചായയും കഴിക്കാൻ പോയതാണ്. അത് പൊക്കോട്ടെ. പക്ഷെ കേരളത്തിന് എന്ത് നേടിയെടുത്തു? നമ്മുടെ വയനാട് ദുരന്തം, ആശാമാര് കിടക്കുന്നു, പിന്നെ അംഗനവാടി ജീവനക്കാർ അവിടെ സെക്രട്ടറിന് മുന്നിൽ മഴയും നനഞ്ഞ് വെയിലും കൊണ്ട് കിടക്കുന്നു. അതുപോലെ പട്ടികജാതി വകുപ്പ്, ആരോഗ്യ വകുപ്പ്, പിന്നെ ആഭ്യന്തര വകുപ്പ്, പിന്നെ എക്സൈസ് വകുപ്പ്, പിന്നെ സിവിൽ സപ്ലൈസ് വകുപ്പ്, പട്ടികജാതി വികസന വകുപ്പ്, ഇങ്ങനെ സർവ്വത്തും നാന പോലെ കാക്കൂസുമാനം പോലെ കിടന്നിട്ട് മുഖ്യമന്ത്രി പോയി കാണുന്നവരോ മന്ത്രിമാരെയോ പ്രധാനമന്ത്രിയോ ഉദ്യോഗസ്ഥരെയോ കാണുന്നതോ തെറ്റില്ല. പക്ഷെ നമുക്ക് കേരളത്തിന് എന്ത് കിട്ടി? അല്ല, കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു തുക കിട്ടിയിട്ടുണ്ട്. ഇത് സ്വന്തം കാര്യത്തിന് വേണ്ടി പോകുന്നത് കേസ് കെട്ട് തന്നെയാണിത്. പക്ഷെ അവിടെ ചെന്നാ നമ്മളെ ഈ ഇപ്പൊ നമ്മുടെ ടി വി തന്നെ കാണുമ്പോൾ ആരായിരിക്കുന്നത്? നമ്മുടെ ഗവർണർ, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി, നമ്മുടെ കേരളത്തിന്റെ KV തോമസ്. ഇതെന്താ ചർച്ചയാണ് നടക്കുന്നത്? പക്ഷെ അങ്ങനെ പോയി കേരളത്തിന് വേണ്ടിയാണെങ്കിൽ ഈ ചർച്ചയെല്ലാം കഴിഞ്ഞ് കേരള ഹൗസിൽ പത്രസമ്മേളനം വിളിച്ച ഇന്ന കാര്യത്തിന് ഞാൻ വന്നു, അത് നേടിയെടുത്തു എന്നാൽ ജനങ്ങളെ അറിയിക്കണ്ടേ? ജനങ്ങൾ ഇവിടെ പട്ടിണി കിടന്ന് മണ്ണ് വാരി കഴിച്ചുകൊണ്ടിരിക്കുക. അത് ഇവിടുന്ന് 2 ഇഡ്ഡലി കഴിക്കാണോ നമ്മുടെ ഈ ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി പോകേണ്ടത്? ഇതൊക്കെ ജനങ്ങൾ അറിയേണ്ടതല്ലേ? സ്വന്തം കാര്യത്തിന് പോയതാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ഏതായാലും കുറേ ദിവസങ്ങൾക്ക് ശേഷം അങ്ങയായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞ സന്തോഷം. ശ്രീ ചന്ദ്രൻ നായർ നമ്മുടെ മറ്റൊരു സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ ചന്ദ്രൻ നായർ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ചില സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഉണ്ട് എന്ന് എന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നു അല്ലേ? മനസ്സാറേ, അത് സാർ ആ കാര്യം സൂചിപ്പിച്ചതുകൊണ്ട് ഒന്ന് പറയട്ടെ സാർ. ഈ 14-ാം തീയതി ഭാരത് സേവക് സമാജിന്റെ ഒരു അവാർഡും കൂടെ ലഭിച്ചു കാരുണ്യ പ്രവർത്തനം. വെരി ഗുഡ് സാർ. ആ വിഷയം പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. അല്ല, അത് പറയണം. അത് ഈ പൊതുവേദിയിൽ ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അങ്ങ് ഇപ്പോൾ ഒരു നേട്ടം ഉണ്ടാക്കുമ്പോൾ അത് അങ്ങയുടെ മാത്രം നേട്ടമല്ല, ഞങ്ങളുടെയും കൂടി ഒരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം അങ്ങ് ഞങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് അവിടെ പങ്കെടുക്കുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അല്ലേ? 14-ാം തീയതി ഞാൻ സ്വീകരിച്ചു. അത് ശരി. അതൊരു വലിയ അഭിമാനകരമായ നേട്ടമാണ്. പൊതുവേദിയിലെ പ്രേക്ഷകരെല്ലാം താങ്കളുടെ ആ നേട്ടത്തിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. അങ്ങേക്ക് എല്ലാവിധ ആശംസകളും. സാറേ, പ്രേമേന്ദ്ര സാറിന്റെ കാര്യത്തിൽ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം നിർത്താം. സാറേ, അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യക്കകത്തുള്ള തൊഴിലാളി വർഗം, അതായത് EPF വാങ്ങുന്ന 1000 രൂപയ്ക്ക് താഴെയും അതിന് പുറത്തുള്ള അവരുടെ EPF വെട്ടിക്കുറച്ചപ്പോൾ പാർലമെന്റിൽ ശക്തമായിട്ട് വാദിച്ച് അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ച ആളാണ്. അദ്ദേഹം ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അദ്ദേഹം എന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തതായിട്ട് വ്യക്തമായിട്ട് എനിക്കറിയാം സാർ. ഞാനും അതിന്റെ ഫലം അനുഭവിച്ച ആളാണ് സാർ. ഓക്കെ സാർ, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. അപ്പോൾ ശ്രീ NK പ്രേമേന്ദ്രന് ചില ആളുകൾക്ക് വേണ്ടി പാർലമെൻറ്റിൽ ചില ആളുകൾക്കല്ല, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വേണ്ടി പാർലമെൻറ്റിൽ സംസാരിക്കാൻ അതിൻ്റെ നേട്ടം കിട്ടി എന്ന് പറയുകയും ചെയ്ത് പ്രേമചന്ദ്രന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ശ്രീ ചന്ദ്രൻ അദ്ദേഹം ഒരു പുരസ്കാര ജേതാവ് കൂടിയായി നമുക്ക് മുന്നിൽ വരുന്നു. അഭിമാനകരമായൊരു നിമിഷം. ശ്രീ ശശിധരൻ വയലാർ. ശ്രീ ശശിധരൻ, ഹലോ. യെസ്, കണ്ണൊക്കെ എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നു? കണ്ണിൻ്റെ പ്രശ്നങ്ങൾ മാറിയോ? ഞാൻ അതാണ് അറിയാൻ ആഗ്രഹിക്കും എനിക്ക് കൂടുതൽ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ട് നല്ല സുഖമായിരിക്കുന്നു. സന്തോഷം. വെരി വെരി ഗുഡ്. അല്ല, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് 53 മിനിറ്റ്, അതായത് 1 മിനിറ്റ് മുമ്പേ തുടങ്ങിയതാണ്. 53 മിനിറ്റ് കുത്തി എന്റെ വിരലനക്കാൻ മേലെ. ഭഗവാൻ, എന്റെ വിരലനക്കാൻ മേലെ. ഞാൻ നിർത്താൻ പോവുകയായിരുന്നു. അന്നേരം ഒരു കോൾ കേട്ടു, അത് കട്ടായി, വീണ്ടും ട്രൈ ചെയ്തു. അപ്പൊ 53-ാമത്തെ മിനിറ്റിലാണ് എന്റെ കോൾ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ഒന്ന് ആലോചിക്കും. അങ്ങേറ്റമാണ്. ഞാൻ അതിൽ അങ്ങയോട് പിന്നെ ശിരസ് നമിച്ചുകൊണ്ട് അതിൽ അങ്ങേക്ക്
എല്ലാവിധ നന്ദി സ്നേഹം സൗണ്ട് കേൾക്കാൻ അത്ര ആഗ്രഹമുള്ളതായിട്ടല്ലേ? അയ്യോ, എനിക്കിതൊക്കെ ഒരു പുരസ്കാരമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ ഇത് സാധാരണ ആളുകൾ ഇങ്ങനെ എന്നെ പുകഴ്ത്തല്ലേ എന്നൊക്കെ പറയുമെങ്കിലും ഞാൻ എല്ലാവരും പറയുന്നത് എനിക്കിതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മളാരുടെയും ചെലവിലുള്ള മെനു നമ്മൾ പോയിട്ട് നമ്മളെ പിന്നെ റേഷൻ കാർഡൊന്നും ആരും വിട്ടത്തില്ല. ശരി, ഓക്കെ. ഈ വിഷയത്തിൽ പറഞ്ഞാല് നമ്മുടെ നാട്ടിലൊരു ഭാഷയുണ്ട്, എല്ലായിടത്തും ഉണ്ടോന്ന് അറിയില്ല, വീട്ടിൽ മൂത്ത കാരണവർക്ക് അടുപ്പും കുഴിയിലും ആകാന്നല്ല വേറൊരു വാക്കാ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇവർക്കൊക്കെ എന്തോ ആകാം. പാവം പ്രേമേന്ദ്രനൊന്ന് അങ്ങനെ ഏറ്റവും നല്ല പാർലമെന്ററിനായിട്ടുള്ള അംഗീകാരമൊക്കെ മേടിച്ച് അങ്ങേർക്കൊരു ഇരുന്ന് കൊടുത്തപ്പോഴുള്ള വലിയ ഭൂകമ്പായിരുന്നു. അങ്ങനെ BJP-കാരനാക്കി കളഞ്ഞു. എന്നിട്ടും അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് പറഞ്ഞിട്ടൊന്നും ജനൊന്നും കേട്ടില്ല. അദ്ദേഹത്തെ വീണ്ടും വൻഭൂരിപക്ഷത്തിൽ പാർലമെന്റിലേക്ക് അയച്ചു. അപ്പൊ അങ്ങേരെ പ്രതികരിച്ചതിൽ എന്താ തെറ്റ്? അങ്ങനെ ഒരു തെറ്റുമില്ല എന്നുള്ള ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും ആരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്ന സമയക്കുറവല്ലേ. യെസ്, താങ്ക് യു സോ മച്ച്, വളരെ നന്ദി. ഏതായാലും കണ്ണ് ഭേദമായി എന്ന് പറയുന്നതിൽ തന്നെ വളരെയധികം സന്തോഷം. പക്ഷേ 53 മിനിറ്റ് പരിശ്രമിച്ച് അദ്ദേഹം പൊതുവേദിയിലേക്ക് വന്നു എന്ന ആ ഒരു ഇൻട്രസ്റ്റിനെയാണ് ഞാൻ അങ്ങേയറ്റം ആദരിക്കുന്നത്. അതാണ് ഈ പൊതുവേദി എന്ന കൂട്ടായ്മയെ ഏറ്റവും കരുത്തുറ്റതാക്കുന്നത്. ശ്രീ രവീന്ദ്രനും നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രവീന്ദ്രൻ, കേൾക്കാമോ? താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ആളുകൾ കൂടിച്ചേരുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് എന്തെങ്കിലും വികസനം കൊണ്ടുവരാൻ കഴിയുമോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഒക്കെ ഉന്നയിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആളുകൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ, ലഞ്ച് കഴിച്ചാൽ പ്രശ്നമുണ്ടോ? ഒരാൾ മറ്റേയാളെ പരിഹസിക്കുന്നു, മറ്റേയാൾ ഇയാളെ പരിഹസിക്കുന്നു, അതൊക്കെ ശരിയാണ്. എന്താണ് താങ്കൾക്ക് തോന്നുന്നു? അതായത് ഇതിനൊന്നും ഒരു കുറ്റമില്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഇതിനകത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ തോന്നും. ഞാനൊരു കാര്യം പറയാം, ഈ നിർമ്മലാ സീതാരാമൻ ഇങ്ങോട്ട് വന്നതല്ല, ഡൽഹി പോയി അവരുടെ നാട്ടിൽ പോയി കണ്ടതാ. അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ടാണ് പിന്നെ ഇങ്ങോട്ട് ചേർന്നാന്ന് നോക്കുക. ഇത് അങ്ങോട്ട് പോയി കണ്ടതാ. അപ്പൊ അതിനകത്തൊന്നും വലിയ കാര്യമില്ല, ആ പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, പ്രേമേന്ദ്രനെ നമുക്കറിയാം. പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞ കരതീർന്ന നല്ല കയ്യിൽ കരപുറലാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ്. 10 പൈസയുടെ അഴിമതിയില്ലാത്ത രാഷ്ട്രീയക്കാരൻ. പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ആ BJP എംപിമാരെ പോലും കൂടുതൽ സ്നേഹമായിട്ടുള്ള പുള്ളിക്ക് സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞത്. കാരണം കാര്യങ്ങൾ നല്ല പെടുത്തും മുങ്ങുമായിട്ട് നല്ല കറക്റ്റായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു സ്നേഹമുണ്ട്. അതുപോലെ നമ്മുടെ ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിരിപ്പോ ആരൊക്കെ എന്നെ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടി എന്നാ പറഞ്ഞു പറഞ്ഞാൽ ഇവരെ ഒന്നും ഒരു ജനങ്ങളും മറക്കരുത്. ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളിരുപാട് അഴിമതി കാണിക്കാത്ത ഇത്ര കറുതീർന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് CPM-ലില്ല. അതുപോലെ കോൺഗ്രസിന് അത് പുള്ളിയെ തോപ്പിക്കാൻ വേണ്ടി CPM-കാർ മാത്രമല്ല കൊല്ലത്ത് ശ്രമിച്ച കോൺഗ്രസ്സുകാരും കൂടി എങ്ങനെയെങ്കിലും തോപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ആ കഥയൊക്കെ നമുക്കറിയാം. ഞാൻ BJP-കാരാളും എനിക്കറിയാം പുള്ളിയെ തോപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യം എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ എല്ലാം ഒറ്റക്കെട്ടായിട്ട് പോകണേ, എല്ലാ സംസ്ഥാനവും കേന്ദ്രവും ഒറ്റക്കെട്ടായിട്ട് പോയാലേ നമുക്ക് ഓരോന്നും നേടിയെടുക്കാൻ ഒക്കത്തുള്ളൂ. നമുക്ക് നേടിയെടുക്കാൻ ഔദാര്യമല്ല ഞാൻ പറഞ്ഞത്, നേടിയെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു സംസ്ഥാനം വളരുമ്പോൾ നമ്മുടെ ഇന്ത്യയാണ് വളരുന്നത്, അല്ലാതെ ആ ഇന്ത്യ കേന്ദ്രമല്ല വളരുന്നത്. നമ്മുടെ സംസ്ഥാനം ഒരെണ്ണം വളരുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വളരുന്നത്. അതുപോലെ എല്ലാ സംസ്ഥാനവും വളർന്ന് നല്ല രീതിയിൽ പോട്ടെ, എല്ലാവരും സൗഹൃദമായിട്ട് പോട്ടെ. പഴക്കും പയ്യാവിലെയൊക്കെ ഈ തെരഞ്ഞെടുപ്പാണ് വരുന്ന ബലിദാനികളൊന്നും ഉണ്ടാക്കാതെ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഈ കോട്ടിട്ടുണ്ട് ആ പുഷ്പനെ അറിയാമെന്നുള്ള ആ പാട്ടൊന്ന് പാടുവാണ് നല്ല രസമായിരിക്കോട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്നൊരു വിധി വന്നിട്ടുണ്ട്, അത് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യണം അതിനെപ്പറ്റി. ശരി, ഓക്കെ. യെസ്, ഇതിൽ ദിനേശ് എനിക്കൊരു സന്ദേശം അയക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയക്കാരെ കൊണ്ട് കേരള ജനതയ്ക്ക് ഒരു കാര്യവുമില്ല, ആശാ വർക്കർമാരുടെ സമരമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, ഒട്ടനവധി മെസ്സേജുകളുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് സമയം അതിക്രമിച്ചു. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. CPM-നെ ഇത് പ്രതിരോധത്തിലാക്കുന്നോ ഈ അന്നത്തെ ആ പ്രയോഗം, പ്രേമചന്ദ്രനെ വിമർശിച്ചത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ 90% ആളുകളും CPM-നെ വിമർശനത്തിൽ അന്ന് നടത്തിയ ആ വിമർശനം ഇപ്പോൾ CPM-നെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.